ഹായ് മക്കളെ, റേസ് ഇന്ന് യു വി സാറാണ്. സോ നമ്മളെല്ലാവരും ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലാണ് അല്ലേ. നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ടീംസൊക്കെ പ്രീ ക്വാർട്ടറിലേക്ക് ഓൾമോസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ഫുട്ബോൾ ആവേശം ഒട്ടും ചോരാതെ തന്നെ നമുക്ക് ആ ഒരു ആവേശത്തിനിടയിലൂടെ +1 +2 ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താലോ. ഓക്കെ, സോ ക്രിസ്മസ് എക്സാമിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. സോ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് സബ്ജക്റ്റിൽ നിന്നുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും അടിപൊളി വീഡിയോസ്, ബ്രീഫ്, ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള വീഡിയോസ് റേസിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് +2 സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു സെഷനിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ടൈപ്പ് ഓഫ് ടോപ്പിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. സോ ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ആൾസോ ഹ്യൂമൻസ് വിവി പാരസ് ആണ്. ഓക്കെ, എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നും വിവി പാരസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈ പാരൻ്റൽ ആയിട്ടുള്ള ഗമീറ്റ് ഫോർമേഷൻ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ്. വിവി പാരസ് ആണ് എന്ന് വെച്ചാൽ പുതിയ പ്രോജനി, ഓഫ് സ്പ്രിങ് അല്ലെങ്കിൽ പുതിയ ബേബി ഫോം ചെയ്യുന്നത് പാരൻറ്റിൻ്റെ ബോഡിക്ക് അകത്താണ് അല്ലെ. ഗിവിങ് ബർത്ത് ടു യങ് വൺ, ദാറ്റ് യങ് വൺ ഈസ് ഡെവലപ്ഡ് ഇൻസൈഡ് ദ ബോഡി ഓഫ് പാരൻറ്റ് ഓർ ദ മദർ ആണ് അല്ലേ. അതാണ് വിവി പാരസ്. ഓൺ ദി ഓപ്പോസിറ്റ് സൈഡിൽ മുട്ട ഇടുന്ന ഒരാളാണ് അല്ലേ. മുട്ട ഇട്ടിട്ട് ആ മുട്ട വിരിഞ്ഞിട്ടാണ് പുതിയ പ്രോജനീസ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ഒവി പാരസ് എന്ന് വിളിക്കും. സോ ഹ്യൂമൻസ് സെക്ഷൽ ആണ്, വിവി പാരസ് ആണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ഇവൻറ്റുകളാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ. സോ ഫസ്റ്റ് ഇവൻറ്റ് നോക്കിക്കുക. എന്താണ് ഫസ്റ്റ് ഇവൻറ്റ്? ഗ്യാമിറ്റോജെനസിസ് ആണ്. ഫസ്റ്റ് ഇവൻറ്റ് ഗ്യാമിറ്റോജെനസിസ്, ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലെ. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഒരു മെയിൽ ഗമീറ്റും ഉണ്ടാകും, ഒരു ഫീമെയിൽ ഗമീറ്റും ഉണ്ടാകും. മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്യും. ഓക്കെ, സോ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫോം ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ഗമീറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്യാമിറ്റോജെനസിസ് എന്ന് വിളിക്കുക. മെയിൽ ഗമീറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? മെയിൽ ഗമീറ്റ് ഇസ് നോൺ ആസ്, മെയിൽ ഗമീറ്റിന് വിളിക്കുന്ന പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. മെയിൽ ഗമീറ്റ് എന്താണ്? മെയിൽ ഗമീറ്റ് എന്ന് വെച്ചാൽ സ്പേം ആണ്. മെയിൽ ഗമീറ്റ് എന്ന് വെച്ചാൽ സ്പേം ആണ്. ഫീമെയിൽ ഗമീറ്റ് ആണെങ്കിലോ ഓവമാണ്. സ്പേമും ഓവും ഫ്യൂസ് ചെയ്തിട്ടാണ് പുതിയ പ്രോജനി സൈഗോട്ട് ഉണ്ടാവുന്നത്. ആ സൈഗോട്ടാണ് എംബ്രിയോ രൂപത്തിൽ വളർന്നിട്ട് പുതിയ ഓഫ് സ്പ്രിങ്, പുതിയ പ്രോജനി ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഈ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സിനെ സ്പെർമാറ്റോജെനസിസ് എന്നും ഓവം ഉണ്ടാകുന്ന പ്രോസസ്സിനെ ഊജെനസിസ് എന്നും വിളിക്കും. സ്പെർമാറ്റോജെനസിസും ഊജെനസിസും ചേർന്നതാണ് ഗ്യാമിറ്റോജെനസിസ്. ഓക്കെ, സോ ഗ്യാമിറ്റോജെനസിസ് നടക്കുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുമാണ്. സോ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ്സിനെ കുറിച്ചിട്ടും മെയിൽ റീപ്രൊഡക്റ്റീവ്സിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ദെൻ അവിടെ നടക്കുന്ന ഗ്യാമിറ്റോജെനസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പ്രോസസ്സ് നോക്കിക്കുക. ഗ്യാമിറ്റോജെനസിസ് കഴിഞ്ഞാൽ വരുന്ന റീപ്രൊഡക്റ്റീവ് ഈവൻ്റ് ആണ് ഇൻസെമിനേഷൻ. ഓക്കെ, സോ ഗമീറ്റുകൾ, അതായത് ഗമീറ്റുകളുടെ ഫ്യൂഷൻ, സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും ഫ്യൂഷൻ നടക്കുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മെയിൽ ഗമീറ്റിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്, ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗമീറ്റ് ഇൻ ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇൻസെമിനേഷൻ. ഓക്കെ, ദെൻ അങ്ങനെ സ്പേമും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഓവം റിലീസ് ചെയ്യും. സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഫെർട്ടിലൈസേഷൻ. ദെൻ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സ്പേമും ഓവം കൂടി ചേർന്നിട്ട് സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയിട്ട് വളരും. ഓക്കെ, ആ എംബ്രിയോ ആയിട്ട് വളരുമ്പോൾ ഈ സൈഗോട്ട് വളരുന്നത്, അല്ലെങ്കിൽ ആ സൈഗോട്ട് ആദ്യം ചെയ്യുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ യൂട്രസ്, നമ്മൾ ഗർഭപാത്രം എന്നൊക്കെ പറയില്ല, യൂട്രസ്, ആ യൂട്രസിൻ്റെ വാളിൽ പോയിട്ട് ആദ്യം അറ്റാച്ച് ചെയ്യണം, എന്നാലേ ഇയാൾക്ക് വളരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അങ്ങനെ യൂട്രസിൻ്റെ വാളിൽ പോയിട്ട് ഈ സൈഗോട്ട് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എംബ്രിയോ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, ഇംപ്ലാന്റേഷൻ ഇസ് ദർ. സോ ഇംപ്ലാന്റേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം എടുത്തിട്ട് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് നടക്കും. ഓക്കെ,
ഒരു 9 months ഒക്കെ എടുക്കും എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ആ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ജസ്റ്റേഷൻ. ഓക്കെ, ആ ഒരു പീരീഡിന് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഓൾമോസ്റ്റ് ഒരു 9 months അല്ലെ, 9 months ആൻഡ് സം ഡേയ്സ് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾ ഫുള്ളി ഡെവലപ്ഡ് ആവും. ഓക്കെ, ഈ ഒരു എംബ്രിയോ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ട് ഈ എംബ്രിയോനെ പുറത്തേക്ക് ഡെലിവറി നടക്കില്ലേ, ചൈൽഡ് ബർത്ത് എന്ന് നമ്മൾ പറയും. ചൈൽഡ് ബർത്ത് നടക്കുന്ന ഡെലിവറി ഓഫ് ദ ബേബി എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാർച്ചുറിഷൻ. ഡെലിവറി ഓഫ് ദ ബേബി അഥവാ ചൈൽഡ് ബർത്തിനെ വിളിക്കുന്ന സയൻറ്റിഫിക് ടേം ആണ് പാർച്ചുറിഷൻ. സോ ഗാമിറ്റോജനസിസ് മുതൽ പാർച്ചുറിഷൻ വരെയുള്ള പ്രോസസ്സുകളാണ് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് ഓരോന്നായിട്ട് കടന്നു ചെല്ലാം. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കണം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിക്കണം. സോ ഫസ്റ്റ് വൺ ഈസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, സോ ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും മെയിൽ ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് ഒരു പ്രൈമറി സെക്സ് ഓർഗൻ കാണാൻ പറ്റും, ദെൻ ആക്സസറി ഡക്റ്റുകൾ കാണാൻ പറ്റും, ആക്സസറി ഗ്ലാൻഡ്സ് കാണാൻ പറ്റും. ഇവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൈമറി സെക്സ് ഓർഗൻ അല്ലെങ്കിൽ ഗൊണാഡായിട്ട് ആക്ട് ചെയ്യുന്നത് ടെസ്റ്റിസ് ആണ്. ഓക്കെ, ഇയാളാണ് ടെസ്റ്റിസ്. ഓക്കെ, സോ അവിടെ ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് കാണിച്ചിട്ടുണ്ട് അല്ലെ, ലെഫ്റ്റും റൈറ്റും പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്. ടെസ്റ്റിസ് ഇസ് ദ പ്രൈമറി സെക്സ് ഓർഗൻ. ടെസ്റ്റിസിനകത്താണ് സ്പെർമാറ്റോജനസിസും അതുപോലെ മെയിൽ സെക്സ് ഹോർമോണിൻ്റെ ഫോർമേഷനും നടക്കുന്നത്. ഓക്കെ, ദെൻ ടെസ്റ്റിസിൽ നിന്ന് ടെസ്റ്റിസിൻ്റെ അകത്താണ് സ്പേം ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ആ ടെസ്റ്റിസിൻ്റെ അകത്ത് നിന്ന് സ്പേമിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആക്സസറി ഡക്റ്റുകളാണ്. ആക്സസറി ഡക്റ്റുകൾ ആരൊക്കെയാണ് ആക്സസറി ഡക്റ്റുകൾ എന്ന് നോക്കണേ. റെറ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമിസ്, വാസ് ഡിഫറൻസ്. റെറ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമിസ് ആൻഡ് വാസ് ഡിഫറൻസ് ഇവരൊക്കെയാണ് ആക്സസറി ഡക്റ്റുകൾ. ഇവിടെ ഉണ്ടായിട്ടുള്ള സ്പേമിനെ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ ഡക്റ്റുകളാണ്. ഓക്കെ, യൂറീത്രയിൽ എത്തിക്കും. ഓക്കെ, ദെൻ ദർ ഇസ് ആക്സസറി ഗ്ലാൻഡുകൾ ഉണ്ട്. ഓക്കെ, നമ്മുടെ സ്പേമിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്ന ഈ സ്പേം ഒറ്റയ്ക്കല്ല കാണാം. ഓക്കെ, സ്പേം ഒരു ഫ്ലൂയിഡിൻ്റെ അകത്താണ് ഉണ്ടാവുക. ഓക്കെ, സോ ആ ഫ്ലൂയിഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്സസറി ഗ്ലാൻഡുകളാണ്. ആരൊക്കെയാണ് ആക്സസറി ഗ്ലാൻഡ് നോക്കണേ. സെമിനൽ വെസിക്കിൾ ഉണ്ട്, ദർ ഇസ് എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ. എ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, എ പെയർ ഓഫ് ബൾബോ യുറിത്രൽ ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ, ആരൊക്കെയാ? സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, ബൾബോ യുറിത്രൽ ഗ്ലാൻഡ്. ഇവരെയാണ് ആക്സസറി ഗ്ലാൻഡ്സ് എന്ന് വിളിക്കുക. ഇവരുടെ സെക്രീഷൻ ആണ്, ഇവരുടെ കളക്റ്റീവ് സെക്രീഷൻ ആണ് എന്ത്? ഇവരുടെ കളക്റ്റീവ് സെക്രീഷൻ ആണ് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മയും സ്പേമും ചേർന്നാൽ, സെമിനൽ പ്ലാസ്മയും സ്പേമും ചേർന്നാൽ അതിനെന്താ വിളിക്കുക? ദാറ്റ് ഈസ് കോൾഡ് സെമൻ. ഈ സെമൻ ആണ് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സെമൻ്റെ ട്രാൻസ്ഫർ ആണ് ആക്ച്വലി എന്ത്? ഇൻസെമിനേഷൻ എന്ന് നമ്മൾ വിളിച്ചത്. ഓക്കെ, സോ ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ. ഓക്കെ, സോ ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. സോ ഈ രണ്ട് ഡയഗ്രാംസും നിങ്ങൾ നന്നായിട്ട് നോക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ഡയഗ്രാംസ് എപ്പോഴും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ബയോളജി എക്സാമിന് പ്രത്യേകിച്ച് ഡയഗ്രാം റിലേറ്റഡ് ആയിട്ട് ചോദ്യം ചോദിക്കുക എന്നുള്ളത് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഡയഗ്രാംസ് നന്നായിട്ട് നോക്കുക, ഡയഗ്രാംസ് ലേബൽ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുക. ദെൻ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ്സിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എ പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്, ദെൻ വേറെ ആരാ ഉള്ളത്? എ പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്, ആക്സസറി ഡക്ട്സ് ഉണ്ട്, ഗ്ലാൻഡ്സിൽ ആക്സസറി ഗ്ലാൻഡ്സ് ഉണ്ട്, ആൻഡ് ദർ ഇസ് എൻ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഓക്കെ, ഇതിന് പുറമെ ആരുണ്ട്? ഒരു എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഈസ് കോൾഡ് പെനിസ്. ഓക്കെ, മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറഞ്ഞ ആരാണ്? പെനിസ് ആണ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഓക്കെ, ടെസ്റ്റിസിനകത്താണ് എന്ത്? ടെസ്റ്റിസ് ആണ് പ്രൈമറി സെക്സ് ഓർഗൻ. അവിടെയാണ് സ്പെർമാറ്റോജെനിസിസ് നടക്കുക. ഓക്കെ, ഈ ടെസ്റ്റിസ് എവിടെയാണ് കാണുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, ടെസ്റ്റിസ് കാണുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്താണ്. ഇൻ എ പൗച്ച് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സ്ക്രോട്ടം. സ്ക്രോട്ടം എന്ന് പറയുന്ന സ്ട്രക്ചറിന് അകത്താണ്, ഒരു പൗച്ച് ലൈക്ക് ബാഗ് ലൈക്ക് സ്ട്രക്ചറിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ടെസ്റ്റിസ് കാണാൻ പറ്റുക. ഓക്കെ, സോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ്ലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്,
വൈ ടെസ്റ്റസ് ആർ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. ഒരുപാട് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ടെസ്റ്റസ് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, എന്തുകൊണ്ട് അകത്ത് ലൊക്കേറ്റ് ചെയ്തുകൂടാ? ഓക്കെ, സോ ദ ആൻസർ ഇസ് ടെസ്റ്റിസ് കാണുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്ത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിലാണ്. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് സ്ക്രോട്ടം. ഓക്കെ, നോക്കാം. ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഇൻ എ പൗച്ച് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സ്ക്രോട്ടം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ടെസ്റ്റിസ് സ്ക്രോട്ടത്തിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നോക്കൂ, നമ്മുടെ ടെസ്റ്റിസിനകത്താണ് സ്പെർമാറ്റോജനസിസ്, സ്പേമിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, സ്പെർമാറ്റോജനസിസ് നടക്കണമെങ്കിൽ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യണം. നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്താലേ സ്പെർമാറ്റോജനസിസ് നടക്കുള്ളൂ. സോ ആ ഒരു ലോവർ ടെമ്പറേച്ചർ, ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രോട്ടത്തിൽ, അതായത് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്ത് ടെസ്റ്റിസിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ക്ലിയർ? സോ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഡയഗ്രമാണ്, സെക്ഷണൽ വ്യൂ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. അതായത് നമ്മുടെ ടെസ്റ്റിസിനകത്ത് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് ഉണ്ട്. ആ ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസിൽ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ആ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്താണ് സ്പെർമാറ്റോജനസിസ് നടക്കുന്നത്. സോ ആ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്ത് ആരൊക്കെയുണ്ട്? സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്ത് നമുക്ക് സ്പെർമാറ്റോഗോണിയ കാണാൻ പറ്റും. ഓക്കെ, സ്പെർമാറ്റോഗോണിയ സ്പേം ജേം സെൽസ് ആണ്, മെയിൽ ജേം സെൽസ് ആണ്. സ്പെർമാറ്റോഗോണിയക്ക് ഡിവിഷൻ സംഭവിച്ചിട്ടാണ് സ്പെർമാറ്റോസോവ എന്ന് പറയുന്ന സ്പേം ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൾസോ സ്പെർമാറ്റോഗോണിയൻ്റെ കൂടെ തന്നെ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് ഉള്ള വേറൊരു സെല്ലാണ് സെർട്ടോളി സെൽ, അല്ലേ? ഇത് രണ്ടും എവിടെയുള്ളത്? ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ട്യൂബ്യൂളിനകത്തല്ലേ? ആരൊക്കെയുണ്ട്? സെർട്ടോളി സെൽസും ഉണ്ട്, അതുപോലെ സ്പെർമാറ്റോഗോണിയ ഉണ്ട്. ഓക്കെ, ഇനി സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ, അതായത് ഈ ഒരു റോസ് കളറിൽ എന്ത് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്? സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ആ ഇന്റർ സെല്ലുലാർ സ്പേസ് ഉണ്ടല്ലോ, ഇന്റർ ട്യൂബുലാർ സ്പേസ്, ആ സ്പേസിൽ കാണുന്ന സെൽസ് ആണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. ഓക്കെ, ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. Interstitial cells are also called Leydig cells. Interstitial cells are also called Leydig cells. അവരുടെ പ്രത്യേകത Leydig cells എന്താണ്? മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. മെയിൽ സെക്സ് ഹോർമോൺസ് ആൻഡ്രോജൻസ് സെക്രീറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന Leydig cells അഥവാ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് എന്നാണ്. ഓക്കെ, ആൾസോ സ്പെർമാറ്റോഗോണിയക്ക് ഡിഫറൻഷിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് സ്പെർമാറ്റോഗോണിയയിൽ സ്പെർമാറ്റോജനസിസ് സംഭവിച്ചിട്ടാണ് സ്പെർമാറ്റോസോവ ഫോം ചെയ്യുന്നത്. ആൻഡ് സ്പേമിനെ നറിഷ് ചെയ്യാൻ സഹായിക്കുന്ന സെൽസ് ആണ് സെർട്ടോളി സെൽസ്. ദേ ആർ ആൾസോ കോൾഡ് നേഴ്സ് സെൽസ്. ഓക്കെ, സോ ആ ഒരു ഡയഗ്രാം ക്ലിയർ ആണല്ലോ. സോ ആ ഡയഗ്രാം നമ്മൾ ലേബലിംഗ് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണം. ഓക്കെ, സോ നന്നായിട്ട് ആ ഒരു ഡയഗ്രാം ഓർത്ത് വെക്കുക, നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആക്സിലറി ഡക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ആരൊക്കെ ഉണ്ടായിരുന്നു? ഒന്നും കൂടി നോക്കുക. റെറ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡമിസ് ആൻഡ് വാസ് ഡിഫറൻസ. ആക്സിലറി ഗ്ലാൻഡ് ആരൊക്കെ ഉണ്ടായിരുന്നു? പെയേർഡ് സെമിനൽ വെസിക്കിൾ ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, പെയേർഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്കാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് ഊജനസിസ്, അല്ലേ? ഫീമെയിൽ ഗമീറ്റ് ഫോം ചെയ്യുന്നത്, ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ഫോം ചെയ്യുന്നത്, ആൾസോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഇംപ്ലാന്റേഷനും ജസ്റ്റേഷനും ഒക്കെ പ്രോഗ്രസ് ചെയ്യുന്നത് എവിടെയാണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ്. ഓക്കെ, സോ നോക്കാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള പ്രൈമറി സെക്സ് ഓർഗൻ ആണ് എ പെയർ ഓഫ് ഓവറീസ്, അല്ലെ? നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എ പെയർ ഓഫ് ടെസ്റ്റിസ് കണ്ട പോലെ ഇവിടെ ആരുണ്ട്? എ പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. ദെൻ ദെയർ ഈസ് ആൾസോ ഫീമെയിൽ ആക്സസറി ഡക്റ്റുകൾ ഉണ്ട്. മെയിൽ ആക്സസറി ഡക്റ്റുകളെ പോലെ തന്നെ ഫീമെയിൽ ആക്സസറി ഡക്റ്റ് ഉണ്ട്. ആരൊക്കെയാണ് ഫീമെയിൽ ആക്സസറി ഡക്റ്റിന്റെ പാർട്സ് നോക്കിക്കേ. ദെയർ ഈസ് ഒവിഡക്റ്റ്.
Okay, oviduct is also known as fallopian tube. Okay, then uterus ഉണ്ട്, നമ്മൾ ഗർഭപാത്രം എന്ന് പറയുന്ന യൂട്രസ് ഉണ്ട്, വജൈന ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആക്സസറി ഡക്റ്റുകൾ. ആൻഡ് ദെൻ ദർ ഇസ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഓക്കെ, ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് കൊണ്ട് ഫോം ആയിട്ടുള്ള എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. ആക്സറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ദർ ഇസ് എ മാമറി ഗ്ലാൻഡ്, എ പെയർ ഓഫ് മാമറി ഗ്ലാൻഡ്, ലാക്ടേഷന് സഹായിക്കുന്ന മാമറി ഗ്ലാൻഡ്സും കൂടി ചേർന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ക്ലിയർ? സോ നമുക്ക് നോക്കാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫിഗർ നോക്കുക. നമ്മൾ നോക്കൂ, ഇവിടെ ആരുണ്ട്? സോ ഈ ഒരു റീജിയനാണ് യൂട്രസ് എന്ന് പറയുന്നത്. യൂട്രസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എ പെയർ ഓഫ് ഓവറീസ് അല്ലെ, എ പെയർ ഓഫ് ഓവറി ഉണ്ട്. ഓവറിനെയും യൂട്രസിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന ട്യൂബാണ് ഫലോപ്പിയൻ ട്യൂബ്. ഈ ഒരു ടോട്ടൽ ട്യൂബാണ് ഇവിടെയുണ്ട്, ഫലോപ്പിയൻ ട്യൂബ് അല്ലെ, ഓവിഡക്റ്റ് എന്ന് വിളിക്കും. അതായത് ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവം ഫലോപ്പിയൻ ട്യൂബിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഫലോപ്പിയൻ ട്യൂബ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിന് 3 റീജിയൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് ഫലോപ്പിയൻ ട്യൂബിൻ്റെ യൂട്രസുമായിട്ട് ചേർന്ന് കാണുന്ന റീജിയൻ, യൂട്രസുമായിട്ട് ചേർന്ന് കാണുന്ന ഫലോപ്പിയൻ ട്യൂബിൻ്റെ റീജിയനാണ് ഇസ്തുമസ്. ഓക്കെ, ഇസ്തുമസ് എന്ന് പറഞ്ഞ് ദിസ് പാർട്ട്. ഓക്കെ, ഈ ഒരു പാർട്ടാണ് ഇസ്തുമസ്. ദെൻ ആ സെൻട്രൽ പോർഷൻ, ഫലോപ്പിയൻ ട്യൂബിൻ്റെ സെൻട്രൽ വൈഡർ പോർഷനാണ് ആംപ്യുല എന്ന് പറയും. ആൻഡ് ഫലോപ്പിയൻ ട്യൂബിൻ്റെ എൻഡ് പോർഷനാണ്, ടെർമിനൽ പോർഷനാണ് ഇൻഫണ്ടിബുലം. സോ ദർ ഈസ് ഇസ്തുമസ്, ആംപ്യുല ആൻഡ് ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലത്തിന് കുറേ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ആ പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ. ഫിംബ്രിയെ ആണ് ഓവറിയിൽ നിന്ന് ഓവം കളക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. സോ ഈ 3 പാർട്സും കൂടി ചേർന്നതാണ് ഫലോപ്പിയൻ ട്യൂബ്. ദെൻ നമ്മൾ യൂട്രസ് കണ്ടു. യൂട്രസിന്റെ തൊട്ട് താഴെയുള്ള നെക്ക് ഓഫ് യൂട്രസ്, യൂട്രസിന്റെ താഴെയുള്ള നെക്ക് ഓഫ് യൂട്രസ് ആണ് സെർവിക്സ്. സെർവിക്സിന് ഉള്ളിലൂടെ കടന്നു പോകുന്ന കനാലാണ് സെർവൈക്കൽ കനാൽ. ആൻഡ് ദ ലാസ്റ്റ് മസ്കുലാർ ട്യൂബ് പാർട്ട് ഓഫ് ദിസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇസ് കോൾഡ് വെജൈന, വിച്ച് ഇസ് ദ കോപ്പുലേറ്ററി ഓർഗൻ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, ദെൻ ഇതാണ് ഒരു നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. സോ ഈ ഡയഗ്രാം ഓർത്ത് വെക്കണം, ഡയഗ്രത്തിൻ്റെ ലേബലിംഗ് പഠിച്ചു വെക്കണം. ക്ലിയർ? ദെൻ നമ്മൾ പറഞ്ഞു ഫലോപ്പിയൻ ട്യൂബിൻ്റെ 3 പാർട്സ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ടെർമിനൽ പാർട്ട് ഇൻഫണ്ടിബുലം, സെൻട്രൽ വൈഡർ പാർട്ടാണ് ആംപ്യുല, ദെൻ നാരോ പാർട്ട് വിച്ച് ഇസ് ജോയിൻ വിത്ത് യൂട്രസ് ഇസ് കോൾഡ് ഇസ്തുമസ്. ഓക്കെ, ഇസ്തുമസ്. ദെൻ നമ്മുടെ യൂട്രസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യൂട്രസിൻ്റെ വാളിൽ 3 ലെയേഴ്സ് ഉണ്ട്. യൂട്രസിൻ്റെ വാളിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഇന്നർ വാള്, മിഡിൽ വാള്, ഔട്ടർ വാള്. ഇന്നർ വാള്, മിഡിൽ വാള്, ഔട്ടർ വാള്. ഇന്നർ വാൾ ഇസ് നോൺ ആസ്, ഓക്കെ, ഇന്നർ വാൾ ഇസ് നോൺ ആസ് എൻഡോമെട്രിയം. ഇന്നർ വാൾ ഇസ് നോൺ ആസ് എൻഡോമെട്രിയം. ഓക്കെ, യൂട്രസിന്റെ ഇന്നർ വാളിനെ വിളിക്കുന്ന പേരാണ് എൻഡോമെട്രിയം. മിഡിൽ വാൾ ഇസ് നോൺ ആസ് മയോമെട്രിയം. മിഡിൽ വാൾ ഇസ് നോൺ ആസ് മയോമെട്രിയം. ആൻഡ് ഔട്ടർ എക്സ്റ്റേണൽ വാൾ ഇസ് നോൺ ആസ് പെരിമെട്രിയം. ഓക്കെ, പെരിമെട്രിയം. ഓക്കെ, സോ പെരിമെട്രിയം ഔട്ടർ തിൻ മെംബ്രേനിയസ് പാർട്ടാണ്. മയോമെട്രിയം ഈസ് മേഡപ്പ് ഓഫ് സ്മൂത്ത് മസിൽ. അയാളാണ് ചൈൽഡ് ബർത്തിന്റെ സമയത്ത് വിഗറസ് ആയിട്ടുള്ള സ്ട്രോങ് കോൺട്രാക്ഷന് വിധേയമാകുന്നത്. ഓക്കെ, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഹോർമോൺ കോൾഡ് ഓക്സിറ്റോസിൻ. ദെൻ ഇന്നർ ലെയർ ആണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൻ്റെ വാളിലാണ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് പീരിയോഡിക് ആയിട്ട് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് ബ്രേക്ക് ഡൗൺ ചെയ്തു പോകുന്നത് എൻഡോമെട്രിയൽ വാളാണ്. അത് പിന്നെയും റീജനറേറ്റ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്ത് തിക്നെസ് കൂടും, പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് പീരിയോഡിക്കലി ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുന്ന ലെയറാണ് എൻഡോമെട്രിയം. സോ ഇതാണ് 3 ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് യൂട്രസ്. ഓക്കെ, യൂട്രൈൻ വാളിൻ്റെ 3 ലെയേഴ്സ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ദെൻ ഓവറി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓവറിൻ്റെ അകത്താണ് ഒവേറിയൻ ഫോളിക്കിൾസ് ഉണ്ടാവുക. ഒവേറിയൻ ഫോളിക്കിൾസ് ഡിഫറെൻറ്റ് ലെവലിൽ ഉണ്ടാവും. ഓക്കെ, അവിടെ പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാകും, സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടാകും, ടേർഷ്യറി ഫോളിക്കിൾ ഉണ്ടാകും. ഈ ടേർഷ്യറി ഫോളിക്കിളൊക്കെ മെച്യൂർ ആയി കഴിഞ്ഞാൽ മെച്യൂർ ഫോളിക്കിളിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. മെച്യൂർ ഫോളിക്കിളിനെ വിളിക്കുന്ന പേര് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ടാണ് ഓവം റിലീസ് ചെയ്യുക. അതിന് വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ. ആൻഡ് ഓവുലേഷൻ നടന്നാൽ
റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ, പൊട്ടിപ്പോയ റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നീട് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. ഓക്കെ, കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. കോർപ്പസ് ലൂട്ടിയമാണ് പ്രധാനമായിട്ടും പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൾസോ ദർ ഇസ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു സെക്സ് ഹോർമോൺ ഉണ്ട്, ഫീമെയിൽ സെക്സ് ഹോർമോൺ. ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്നത് ഡെവലപ്പിംഗ് ഫോളിക്കിൾസിൽ നിന്നാണ്, ഡെവലപ്പിംഗ് ഒവേറിയൻ ഫോളിക്കിൾസ് നിന്നാണ് ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുക. കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ് പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഒരു ഓവറിൻ്റെ അകത്ത് കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ. സോ ഓവറിൻ്റെ അകത്ത് നമുക്ക് ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നമുക്കിത് അങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, സോ ദർ ഇസ് പ്രൈമോഡിയൽ ഫോളിക്കിൾസ്, പ്രൈമറി ഫോളിക്കിൾസ്, സെക്കൻഡറി ടെർഷ്യറി ഫോളിക്കിൾ ഉണ്ട്, ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ട്. ദെൻ ഓവം റിലീസ് ചെയ്യുന്നത് കണ്ടോ, ഗ്രാഫിയൻ ഫോളിക്കിൾ നിന്ന് ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ. റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നീട് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. ദെൻ ഫൈനലി കോർപ്പസ് ലൂട്ടിയം ആൾസോ ഡീജനറേറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ അത് കോർപ്പസ് ആൽബിക്കൈൻസ് ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, സോ അതാണ് ആ ഒരു ഡയഗ്രത്തിൽ നമ്മൾ കണ്ടത്. സോ ആ ഡയഗ്രം ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രമാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ, മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ നമ്മൾ കണ്ടു, പെനിസ് ആണ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ ഇറ്റ് ഈസ് കളക്റ്റീവ്ലി കോൾഡ് ആസ് വൾവ. അതിൽ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് പാർട്സ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഏതൊക്കെയാണ് ആ പാർട്സ്? ദർ ഇസ് മോൺസ് പ്യൂബിസ്. ഓക്കെ, മോൺസ് പ്യൂബിസ് ഉണ്ട്, ഫാറ്റി കുഷ്യൻ ലൈക്ക് ഏരിയ ആണ്. ദെൻ ദർ ഇസ് ലാബിയ മെജോറ ആൻഡ് ലാബിയ മൈനോറ. ഓക്കെ, വെജൈനൽ ഓപ്പണിങ്ങും യുറീത്രൽ ഓപ്പണിങ്ങും ഒക്കെ കവർ ചെയ്യുന്ന ഫോൾഡഡ് ടിഷ്യൂസ് ആണ്. ദർ ഇസ് ഔട്ടർ ലാബിയ മെജോറ ആൻഡ് ഇന്നർ ലാബിയ മൈനോറ. ഓക്കെ, ആൻഡ് ഈ വെജൈനൽ ഓപ്പണിങ്ങിനൊക്കെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന ഒരു സ്കിന്നാണ് ഹൈമൻ. ഓക്കെ, ഹൈമൻ്റെ പ്രത്യേകത, ഹൈമൻ നമുക്കറിയാം, ദർ ഇസ് എ മിത്ത് അല്ലേ, ഹൈമൻ വാസ് കൺസിഡേർഡ് ആസ് എ ഇൻഡിക്കേറ്റർ ഓഫ് വിർജിനിറ്റി. ഓക്കെ, അത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു. ഹൈമൻ കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഇൻഡിക്കേറ്റർ ഓഫ് വിർജിനിറ്റി അല്ലേ. ഹൈമൻ ഒരിക്കലും ഒരു വിർജിനിറ്റിയുടെ ഇൻഡിക്കേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഹൈമൻ പല സമയത്തും പല കാരണങ്ങൾ കൊണ്ടും ബ്രേക്ക് ചെയ്ത് പോവാം. സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുമ്പോൾ മാത്രമല്ല ഹൈമൻ ബ്രേക്ക് ആവുന്നത് അല്ലേ. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, സൈക്ലിംഗ് പോലെയുള്ള, ജമ്പിങ് പോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴൊക്കെ ഹൈമൻ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹൈമൻ ബ്രേക്ക് ചെയ്തോ അല്ലെങ്കിൽ ഹൈമൻ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വെർജിനിറ്റിയുടെ അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പീരിയൻസിൻ്റെ ഇൻഡിക്കേറ്റർ അല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ആൻഡ് ദെൻ ദർ ഇസ് ക്ലൈറ്റോറിസ്. ഓക്കെ, ക്ലൈറ്റോറിസ് ഉണ്ട്. ക്ലൈറ്റോറിസ് നമുക്ക് കാണാൻ പറ്റുക ലാബിയ മെജോറേൻ്റെ ജംഗ്ഷനിലാണ്, അബവ് ദ യുറീത്ര. സോ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ കൂടി ചേർന്നതാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഓക്കെ, ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ ആണ് ഹൈമൻ. ഹൈമനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹൈമൻ വിർജിനിറ്റിയുടെ ഇൻഡിക്കേറ്റർ ആണോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലിയർ? ഇതാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ദെൻ നമ്മൾ പറഞ്ഞു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉള്ള ഡിഫറെൻറ്റ് പാർട്സിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഈ ഒരു ഫിഗറിൽ നിന്ന് കാണാൻ പറ്റുക അല്ലേ. യൂട്രസ് ഉണ്ട്, ദെൻ ക്ലൈറ്റോറിസ്, ലാബിയ മൈനോറ, ലാബിയ മെജോറ, വജൈനൽ ഒറിഫിസ് എന്ന് വെച്ചാൽ വജൈനയുടെ ഓപ്പണിംഗ് ആണ്. ഓക്കെ, ആൾസോ യു ക്യാൻ സീ സെർവിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതൊരു സൈഡ് വ്യൂ ആണ്. സോ ആ ഡയഗ്രാം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നതാണ്. ഡയഗ്രാം ലേബലിംഗ് നോക്കണം. ക്ലിയർ? ദെൻ ഫീമെയിൽ റീപ്രൊഡ്യൂസിൽ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് എ പെയർ ഓഫ് മാമറി ഗ്ലാൻഡ്. ഓക്കെ, മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ് ആണ്. ലാക്ടേഷൻ അതായത് പാർച്യൂലേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ഇൻഫാൻറ്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കാൻ ലാക്ടേഷൻ ആവശ്യമാണ്. സോ മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് മാമറി ഗ്ലാൻഡ്. മാമറി ഗ്ലാൻഡിനകത്ത് മാമറി ലോബ്സ് ആണ് ഉണ്ടാവുക. മാമറി ലോബ്സിനകത്ത് ആൽവിയോളൈ ഉണ്ടാകും. ആൽവിയോളയിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽവിയോളയിലാണ്. ഓക്കെ, ആൽവിയോളയിലാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും. ആൻഡ് ആൽവിയോളയിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മിൽക്കിനെ സിന്തസൈസ് ആൻഡ് സെക്രീഷന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഓക്കെ, പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അങ്ങനെ ആൽവിയോളയിൽ നിന്ന് പുറത്തേക്ക് മിൽക്ക് വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്യൂബ്യൂൾസ് ആൻഡ് ഡക്റ്റിലൂടെ കടന്നിട്ടാണ് മിൽക്ക് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, സോ അത് ഏതാണ് ആ ഒരു ഓർഡർ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ആൽവിയോളയിൽ നിന്ന് ഫസ്റ്റ് മിൽക്ക് പോകുന്നത് എങ്ങോട്ടാണ്?
മാമറി ട്യൂബ്യൂൾസിലേക്കാണ്. ഓക്കെ, ആദ്യം പോകുന്നത് മാമറി ട്യൂബ്യൂൾസിലേക്കാണ്. ദെൻ മാമറി ട്യൂബ്യൂൾസ് നിന്ന് പോകുന്നത് മാമറി ഡക്റ്റിലേക്കാണ്. മാമറി ഡക്റ്റിലേക്കാണ്. മാമറി ഡക്റ്റിൽ നിന്ന് നെക്സ്റ്റ് മിൽക്ക് പോകുന്നത് എങ്ങോട്ടാണ്? മാമറി ആംബുല എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്കാണ്. മാമറി ആംബുല എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്കാണ്. ദെൻ മാമറി ആംബുലയിൽ നിന്ന് മിൽക്ക് പോകുന്നത് ലാക്റ്റിഫറസ് ഡക്റ്റിലേക്കാണ്. ഓക്കെ, ലാക്റ്റിഫറസ് ഡക്റ്റ്. സോ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മാമറി ഗ്ലാൻഡിൽ ആൽവിയോളയിൽ മിൽക്ക് ഉണ്ട്, അവിടുന്ന് പുറത്തേക്ക് മിൽക്ക് വരുന്ന ഒരു ഫ്ലോ ചാർട്ട്, ഒരു പാത്വേ. ആദ്യം മാമറി ട്യൂബ്യൂൾസിലേക്ക്, ദെൻ അവിടുന്ന് മാമറി ഡക്റ്റ്, ദെൻ മാമറി ആംബുല ആൻഡ് ഫൈനലി ലാക്റ്റിഫറസ് ഡക്റ്റ്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാത്വേ. സോ അത് സീക്വൻഷ്യൽ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ആൾസോ ഇവിടെയും പറഞ്ഞു ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ ഗിവൺ ആണ്, തന്നിട്ടുള്ള ഡയഗ്രാമാണ് മാമറി ഗ്ലാൻഡിൻ്റെ ഡയഗ്രാം. യു ക്യാൻ സീ ദർ മാമറി ലോബ് ഉണ്ട് അല്ലേ, നമ്മൾ പറഞ്ഞു മാമറി ലോബിനകത്താണ് ആൽവിയോളൈസ് ഉള്ളത്. ദെൻ മാമറി ആൽവിയോളസ് പറഞ്ഞു അല്ലേ, മാമറി ആൽവിയോളസിലാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ദെൻ മാമറി ഡക്റ്റ്, മാമറി ആംബുല, ലാക്റ്റിഫറസ് ഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതൊക്കെയാണ് നമുക്ക് ആ സ്ട്രക്ചറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡയഗ്രാമിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണെന്നും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണെന്നും ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ഈ സ്ട്രക്ചറൊക്കെ നമ്മൾ പറഞ്ഞത് ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സുകൾ നമ്മൾ വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം പറഞ്ഞു റീപ്രൊഡക്റ്റീവ് ഇവൻറ്റിൽ ഏറ്റവും ഫസ്റ്റ് നടക്കുന്നത് ഗാമിറ്റോജെനസിസ് ആണ്, ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ് ആണ് അല്ലേ. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഗാമിറ്റോജെനസിസ് നടക്കും. അതിൻ്റെ പേരെന്താ? സ്പേമിൻ്റെ ഫോർമേഷൻ അഥവാ സ്പെർമാറ്റോജെനസിസ്. എവിടെ നടക്കുക? ടെസ്റ്റിസിൽ, സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് അല്ലേ. സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് ആരുണ്ട്? സ്പെർമാറ്റോഗോണിയ ഉണ്ട്. ഓക്കെ, സോ ലുക്ക് അറ്റ് ഹിയർ. സ്പെർമാറ്റോഗോണിയക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? സ്പെർമാറ്റോഗോണിയക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ബിഫോർ ദാറ്റ് സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? അറ്റ് പ്യൂബേർട്ടി ആണ്. ഓക്കെ, പ്യൂബേർട്ടി എത്തുന്ന സമയത്താണ് സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് ധാരാളം സ്പെർമാറ്റോഗോണിയ ഉണ്ട്. ഓക്കെ, സ്പെർമാറ്റോഗോണിയ ഉണ്ട്. സ്പെർമാറ്റോഗോണിയ ഡിഫറൻഷിയേറ്റ്, ഓക്കെ, എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ത്രൂ മൈറ്റോസിസ്. മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും അല്ലേ. ദർ ഇസ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. നമുക്കറിയാം സെൽ ഡിവിഷൻസ് ആണ്. സോ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? സ്പെർമാറ്റോഗോണിയ ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്, നോർമൽ സെല്ലാണ്. 46 ആണ് ക്രോമസോം നമ്പർ, നമ്മളെ നോർമൽ സെല്ല് പോലെ. സോ അയാൾക്ക് മൈറ്റോസിസ് സംഭവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകും. സ്പെർമാറ്റോഗോണിയക്ക് മൈറ്റോസിസ് സംഭവിച്ചാൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകും. അയാളുടെയും ക്രോമസോം നമ്പർ 46 തന്നെയായിരിക്കും അല്ലേ. അയാളും ഡിപ്ലോയിഡ് ആണ്, ബിക്കോസ് നടന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്, ഇക്വേഷണൽ ഡിവിഷൻ ആണ്. ഓക്കെ, ദെൻ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോ മിയോസിസ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോ മിയോസിസ്. മിയോസിസ് നമ്മൾ പഠിച്ചതാണ് +1 അല്ല. മിയോസിന് 2 സ്റ്റേജ് ഉണ്ട്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. ഓക്കെ, ദർ ഇസ് മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. സോ ഫസ്റ്റ് മിയോസിസ് 1 നടക്കും. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് എന്തുണ്ടാകും? 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകും അല്ലേ. 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകും. ഇവിടെ മിയോസിസ് 1 ആണ് നടന്നത്. മിയോസിസ് 1 എന്ന് പറയുന്നത് ഒരു റിഡക്ഷൻ ഡിവിഷൻ ആണ്. അതായത് ഹാപ്ലോയിഡ് സെല്ലിന് മിയോസിസ് 1 നടന്നാൽ, ഡിപ്ലോയിഡ് സെല്ലിന് മിയോസിസ് 1 നടന്നാൽ അയാൾ എന്തായിട്ട് മാറും? ഹാപ്ലോയിഡ് സെല്ലുകളായിട്ട് മാറും. ഓക്കെ, സോ ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആണ് ഫോം ചെയ്യുക. സോ യു ക്യാൻ സി ക്രോമസോം നമ്പർ 23 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇറ്റ് ഇസ് എ റിഡക്ഷൻ ഡിവിഷൻ. ക്ലിയർ? ദെൻ ഇറ്റ് അണ്ടർഗോ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. മിയോസിസ് 1 നടന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് നടക്കും? മിയോസിസ് 2 നടക്കും. ഓക്കെ, മിയോസിസ് 2 എന്ന് പറയുന്നത് ഈക്വൽ ടു മൈറ്റോസിസ് ആണ്. അത് ഇക്വേഷണൽ ഡിവിഷൻ ആണ്. ഓക്കെ, പിന്നെ വീണ്ടും റിഡക്ഷൻ നടക്കൂല. സോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് അഗെയിൻ 2 സ്പെർമാറ്റിഡ്സ് ഉണ്ടാവും അല്ലേ. 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായില്ലേ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന്. സോ നോക്കുക,
ഇവിടെ ഇതാണ് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, അതിൽ നിന്ന് എന്തുണ്ടായി, 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായി. ഓരോന്നിൽ നിന്ന് എന്ത് ഫോം ചെയ്തു, ഓരോ സ്പെർമാറ്റിഡ് ഫോം ചെയ്തു. സോ ടോട്ടലി ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡുകൾ ഫോം ചെയ്തു. സ്പെർമാറ്റിഡുകളുടെ ക്രോമസോം നമ്പർ 23 ആണ്. ഓക്കെ, ഇനി ഈ സ്പെർമാറ്റിഡുകൾക്ക് എന്ത് സംഭവിക്കും, ഡിഫറൻഷിയേഷൻ സംഭവിക്കും. സ്പെർമാറ്റിഡുകൾക്ക് ഡിഫറൻഷിയേഷൻ സംഭവിച്ചാൽ അവരെന്തായിട്ട് മാറും, സ്പെർമാറ്റോസോവയായിട്ട് മാറും. സ്പെർമാറ്റിഡ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പെർമാറ്റോസോവയായിട്ട് മാറി. കണ്ടോ സ്ട്രക്ചർ, ഇതാ ഇങ്ങനൊരു സ്ട്രക്ചറായിട്ട് മാറിയില്ലേ. ഇതാണ് ഡിഫറൻഷിയേഷൻ സംഭവിച്ചാൽ നടക്കുന്നത്. സ്പെർമാറ്റിഡ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സ്പെർമാറ്റോസോവയായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയോജനസിസ് എന്ന് വിളിക്കുന്നത്. സ്പെർമിയോജനസിസ്. ഓക്കെ, സോ ഒരു മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമിയോജനസിസ് ആൻഡ് സ്പെർമാറ്റോജനസിസ്. നോക്കൂ, സ്പെർമിയോജനസിസ് എന്ന് വെച്ചാൽ എന്താണ്, സ്പെർമാറ്റിഡ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പെർമാറ്റോസോവയായിട്ട് മാറുന്ന പ്രോസസ്സാണ് എന്ത്, സ്പെർമിയോജനസിസ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സ്പെർമാറ്റോജനസിസ് അല്ലെ. സ്പെർമാറ്റോഗോണിയയിൽ നിന്ന് ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെ സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് സ്പെർമാറ്റോജനസിസ്. അതിൽ ഉൾപ്പെടുന്ന ഒരു സ്റ്റേജ് മാത്രമാണ് സ്പെർമിയോജനസിസ്. ഓക്കെ, സോ ഇതാണ് സ്പെർമാറ്റോജനസിസ്. സ്പെർമാറ്റോജനസിസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്പെർമാറ്റോജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയിലാണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പ്യൂബർട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. സ്പെർമാറ്റോഗോണിയ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സ്പെർമാറ്റോഗോണിയ നോർമൽ സെല്ലാണ്, ഡിപ്ലോയിഡ് 46 ക്രോമസോം ആണ്. ആദ്യത്തെ സ്പെർമാറ്റോഗോണിയൊക്കെ എന്താ നടക്കുന്നത്, മൈറ്റോട്ടിക് ഡിഫറൻഷിയേഷൻ നടന്നിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് എന്ത് നടക്കും, മിയോസിസ് 1 നടക്കും, റിഡക്ഷൻ ഡിവിഷൻ നടക്കും. അപ്പോൾ അത് ഹാപ്ലോയിഡ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് തൊട്ടിട്ട് എന്താണ്, ക്രോമസോം നമ്പർ 23 ആണ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് വീണ്ടും മിയോസിസ് 2 നടന്നാൽ സ്പെർമാറ്റിഡ് ഉണ്ടാകും. നമ്മൾ ഒരു വട്ടം കൂടി പറയുന്നു, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ് ഫോം ചെയ്യും. സ്പെർമാറ്റിഡുകൾക്ക് എന്ത് സംഭവിക്കും, ഡിഫറൻഷിയേഷൻ സംഭവിച്ചിട്ട് സ്പെർമാറ്റോസോവയായിട്ട് മാറും. ആ പ്രോസസ്സിന്റെ പേരാണ് സ്പെർമിയോജനസിസ്. ഓക്കെ, അങ്ങനെ മെച്യൂർ സ്പേംസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് സ്പെർമാറ്റോജനസിസ്. ഓക്കെ, സോ സ്പെർമാറ്റോജനസിസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. മേ ബി ഈ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം തന്നെ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ അതിൽ ഫിൽ ചെയ്യാൻ ചോദിച്ചേക്കാം. സോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രോമസോം നമ്പേഴ്സ് ആയിട്ടും പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, ആൾസോ സ്പെർമാറ്റോജനസിസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടേം ആണ് സ്പെർമിയേഷൻ. ഓക്കെ, സ്പെർമിയേഷൻ എന്താണെന്നൊക്കെ 3 ടേംസ് ആണ് നമ്മളവിടെ പ്രധാനമായിട്ട് നോക്കുന്നത്. സ്പെർമാറ്റോജനസിസ്, സ്പെർമിയോജനസിസ് ആൻഡ് സ്പെർമിയേഷൻ. സ്പെർമിയേഷൻ എന്ന് വെച്ചാൽ നോക്കൂ, സ്പെർമിയോജനസിസ് ഒക്കെ കഴിഞ്ഞ് മെച്യൂർ ആയിട്ടുള്ള സ്പെർമാറ്റോസോവ സെർട്ടോളി സെൽസിൽ എംബഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സെർട്ടോളി സെൽസിൽ നിന്ന് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ല്യൂമനിലേക്ക് ഈ പറയുന്ന സ്പെർമാറ്റോസോവയെ റിലീസ് ചെയ്യുന്നൊരു പ്രോസസ് ഉണ്ട്. റിലീസ് ഓഫ് സ്പെർമാറ്റോസോവ ഓക്കെ ഇൻറ്റു സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ് എന്ത്, സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൂടി മനസ്സിലാക്കി വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡയഗ്രാം ആണ് ഇത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഡയഗ്രാം ആണ്. സോ നമുക്ക് സ്പെർമാറ്റോജനസിസ് ഇവിടുന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഡയഗ്രാം ലേബൽ ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് ഏറ്റവും താഴത്തെ ലെയറിൽ എന്താ ഉള്ളത്, സ്പെർമാറ്റോഗോണിയ അല്ലെ. നമ്മൾ സ്പെർമാറ്റോജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പെർമാറ്റോഗോണിയയിൽ നിന്നാണ്. ദെൻ സ്പെർമാറ്റോഗോണിയയിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുക, പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ അത്രോ മൈറ്റോസിസ് ആണ്. ദെൻ ഫ്രം മിയോസിസ് 1 നടന്നാൽ എന്തുണ്ടാവും, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകും. ദെൻ മിയോസിസ് 2 നടന്നിട്ടാണ് സ്പെർമാറ്റിഡ് ഉണ്ടാകുന്നത്. സ്പെർമാറ്റിഡിന് സ്പെർമിയോജനസിസ് സംഭവിച്ചാലാണ് മെച്യൂർ സ്പെർമാറ്റോസോവ ഉണ്ടാവുന്നത്. സോ അത് താഴെ മേലേക്ക് ആ കറക്റ്റ് ഓർഡറിലാണ്, സ്പെർമാറ്റോജനസിന്റെ ഓർഡറിൽ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ആ ലേബലിംഗ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആൾസോ അവിടെ പ്രത്യേകം ഷേപ്പിലുള്ള ചില സെൽസ് കാണാൻ പറ്റും. അത് വേറെ ആരുമല്ല, നമ്മുടെ സെർട്ടോളി സെൽസ് ആണ്. ഓക്കെ, സോ ആ ഡയഗ്രാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതിന്റെ ലേബലിംഗ് ഈസിയാണ്. ആ ഓർഡർ നമ്മൾ നോക്കിയാൽ മതി സ്പെർമാറ്റോജനസിന്റെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അത്രയൊക്കെയാണ് നമുക്ക് സ്പെർമാറ്റോജനസിസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ദെൻ അവിടെ നമുക്ക് സ്പേമിന്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട് അല്ലെ. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന സ്ട്രക്ചറാണ് സ്പേമിന്റെ സ്ട്രക്ചർ. സ്പേമിന്റെ സ്ട്രക്ചറിൽ പ്രധാനമായിട്ടും 3 പാർട്സ് ആണുള്ളത് അല്ലെ. ഒന്ന് ഹെഡ് റീജിയൻ ഉണ്ട്. ഓക്കെ, ദിസ് റീജിയൻ ഇസ് കോൾഡ് ഹെഡ് റീജിയൻ ഉണ്ട്.
Then there is middle piece എന്ന് പറഞ്ഞ വേറെ റീജിയൻ ഉണ്ട്. ഓക്കെ, അനദർ റീജിയൻ ഇസ് ദർ വിച്ച് ഇസ് കോൾഡ് മിഡിൽ പീസ്. ഓക്കെ, ഈ ഒരു റീജിയൻ ആണ് മിഡിൽ പീസ് എന്ന് പറയുന്നത്. ബാക്കി ടെയിൽ റീജിയൻ ആണ്. സോ അവിടെ ഹെഡ്, മിഡിൽ പീസ്, ടെയിൽ, ഇങ്ങനെ 3 റീജിയൻസ് ആണ് നമുക്ക് എവിടെ കാണാൻ പറ്റുക? സ്പേമിന്റെ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹെഡില് ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിന്റെ പേരാണ് ആക്രോസോം. ഓക്കെ, ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ. ആ സ്ട്രക്ചറിന്റെ പേരാണ് ആക്രോസോം. ദെൻ ഹെഡിനകത്താണ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്പേമിന്റെ ന്യൂക്ലിയസ് കാണുന്നത്. മിഡിൽ പീസിൽ എന്താ ഉണ്ടാവുക? സ്പേമിന്റെ മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ ഉണ്ടാകും. മൈറ്റോകോൺട്രിയ ആണ് സ്പേമിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ദർ ഇസ് എ ടെയിൽ, അല്ലെ, ഒരു ഫ്ലജല്ലേറ്റഡ് ടെയിൽ ആണ്. അതാണ് സ്പേമിന്റെ സ്വിമ്മിങ്ങിനെ സഹായിക്കുന്നത്. സോ ആ ഡയഗ്രാം നമ്മൾ വരയ്ക്കാൻ മേ ബി ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ചെയ്യാൻ ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പേമിന്റെ ഡയഗ്രാം. ബാക്കി ഡയഗ്രാംസ് നമ്മൾ ഡ്രോ ചെയ്യാൻ ചോദിക്കാറില്ല. എന്നാൽ സ്പേമിന്റെ ഡയഗ്രാം ഈസി ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. ഒരു ഹെഡ്, മിഡിൽ പീസ്, ടെയില്. ഹെഡിൽ ആക്രോസോം വേണം, ഹെഡിന്റെ അകത്ത് ന്യൂക്ലിയസ് വേണം, മിഡിൽ പീസിൽ ഒരു സ്പൈറൽ മൈറ്റോകോൺട്രിയ വേണം, then ഒരു ടെയിൽ വേണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അത് ലേബൽ ചെയ്യാൻ വേണം. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് oogenesisലേക്കാണ്. നമ്മൾ ഗാമിറ്റോജെനസിസ് ആണ് പറഞ്ഞുകൊടുക്കുന്നത്. നമ്മൾ സ്പെർമാറ്റോജെനസിസ്, സ്പേമിന്റെ ഫോർമേഷൻ പറഞ്ഞു. നെക്സ്റ്റ് വന്നത് ഓവത്തിന്റെ ഫോർമേഷൻ ആണ് oogenesis. സോ oogenesisന്റെയും സ്കീമാറ്റിക് ഡയഗ്രാം നമുക്ക് നോക്കാം. oogenesisന്റെ പ്രത്യേകത, സ്പെർമാറ്റോജെനസിസ് പ്യൂബർട്ടിയിലല്ലേ സ്റ്റാർട്ട് ചെയ്തത്. oogenesis സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോണിക് സ്റ്റേജിലാണ്. ഓക്കെ, ഒരു ഗേൾ ചൈൽഡ് എംബ്രിയോണിക് ഫീറ്റൽ ലൈഫിൽ തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യും? oogenesis സ്റ്റാർട്ട് ചെയ്യും. സോ യു ക്യാൻ സീ ഇവർ ഫീറ്റൽ ലൈഫിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്പെർമാറ്റോജെനസിസിൽ കണ്ട പോലെ തന്നെ അവിടെ സ്പെർമാറ്റോഗോണി ആയിരുന്നെങ്കിൽ ഇവിടെ ആരാ ഉള്ളത്? ഊഗോണിയ ഉള്ളത്. ഊഗോണിയ ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്. ക്രോമസോം നമ്പർ 46 ആണ്. ഊഗോണിയ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും, പ്രൈമറി ഊസൈറ്റ് ഫോം ചെയ്യും, അല്ലെ, പ്രൈമറി ഊസൈറ്റ് ഫോം ചെയ്യും. പ്രൈമറി ഊസൈറ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മിയോസിസ് 1 വിധേയമാകും. ഓക്കെ, ഇറ്റ് അണ്ടർഗോ മിയോസിസ് 1. ബട്ട് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നില്ല. മിയോസിസ് 1 is get arrested on prophase 1. മിയോസിസ് 1 ഒരു പ്രോഫേസ് 1ലേക്ക് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, അറസ്റ്റഡ് ആകും. ഓക്കെ, പിന്നെ ആ ഒരു സ്റ്റേജ് പിന്നീട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പ്യൂബർട്ടി എത്തണം. സോ ആ ഒരു പ്രോഫേസ് 1 അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള സ്റ്റേജിലാണ് പ്രൈമറി oocyte ഒരു ഗേൾ ചൈൽഡിൽ നമുക്ക് കാണാൻ പറ്റുക. ആ ഒരു പ്രൈമറി ഫോളിക്കിൾസ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. ബർത്ത്, ചൈൽഡ്ഹുഡ്, പ്യൂബർട്ടി വരെ ആ പ്രൈമറി oocyte അങ്ങനെ തന്നെ നിൽക്കും. പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യും? എഗെയിൻ ഇത് റീസ്റ്റാർട്ട് ചെയ്യും. ഈ മിയോസിസ് 1 അവിടെ സ്റ്റോപ്പ് ചെയ്ത മിയോസിസ് 1 എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യും. സോ ആ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്താൽ എന്തായിട്ട് മാറും? സെക്കൻഡറി oocyteും ഫസ്റ്റ് പോളാർ ബോഡിയും ഫോം ചെയ്യും. സെക്കൻഡറി oocyteും ഫസ്റ്റ് പോളാർ ബോഡിയും ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ഒരു അൺഈക്വൽ ഡിവിഷൻ ആണ്. ഒരു വലിയ സെക്കൻഡറി oocyteും ഒരു ചെറിയ പോളാർ ബോഡിയാണ് ഉണ്ടാവുക. ഓക്കെ, സോ അവിടെ പോളാർ ബോഡിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ദെൻ സെക്കൻഡറി oocyte ആണ് നമുക്ക് മെച്ചുവർ ഫോളിക്കിൾസിലൊക്കെ കാണാൻ പറ്റുക. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഫോളിക്കിൾസിൽ, സെക്കൻഡറി അല്ല, ടെർഷ്യറി ഫോളിക്കിൾസിലും അതുപോലെ മെച്ചുവർ ഫോളിക്കിൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിളിലൊക്കെ സെക്കൻഡറി oocyte ആണ് കാണുക. സെക്കൻഡറി oocyte സ്റ്റേജിലാണ് ഓവം ഓവുലേഷന്റെ സമയത്ത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡറി oocyte സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഓവം ഫോം ചെയ്യും. ഓവം ഫോം ചെയ്യും. ആൾസോ എ സെക്കൻഡ് പോളാർ ബോഡി. ഓവവും ഒരു സെക്കൻഡ് പോളാർ ബോഡിയും ഫോം ചെയ്യും. അവിടെയും അൺഈക്വൽ ഡിവിഷൻ ആണ്. സോ ഈ ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ പറഞ്ഞ പോലെ മിയോസിസ് 1 റിഡക്ഷൻ ഡിവിഷൻ ആണ്. ക്രോമസോം നമ്പർ 23 ആകും. ഹാപ്ലോയിഡ് ഗമീറ്റ് ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ, ഈ സെക്കൻഡറി oocyte ഡിവൈഡ് ചെയ്തിട്ട് ഓവം ഉണ്ടാകുന്നത്, ആ ഒരു ഡിവിഷൻ ഫെർട്ടിലൈസേഷന്റെ സമയത്ത് മാത്രമേ നടക്കുള്ളൂ. അതായത് ഒരു സ്പേം വന്നിട്ട് ഓവത്തിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത്, ഓക്കെ, സ്പേം ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ oogenesisന്റെ ലാസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഓവമായിട്ട് അയാൾ മാറുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് മാത്രമാണ്. ഓക്കെ, നോർമലി ഓവുലേഷൻ സമയത്ത് റിലീസ് ചെയ്യുന്നത് എന്താണ്? സെക്കൻഡറി oocyte ആണ്, അല്ലെ. സോ അതാണ് oogenesisന്റെ പ്രത്യേകത. ഇവിടെ പോളാർ ബോഡിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. പോളാർ ബോഡി ഫോം ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാ? പോളാർ ബോഡി ഫോം ചെയ്യുന്ന സമയത്താണ് ഒന്ന് നമ്മൾ ഈ ഒരു ഡിവിഷൻ, അല്ലെ, പോളാർ ബോഡി ഫോം ചെയ്യുമ്പോഴാണ് ഹാപ്ലോയിഡ് ഗമീറ്റ് ഉണ്ടാവുന്നത്, അല്ലെ. ഹാപ്ലോയിഡ് ഗമീറ്റ് ഉണ്ടാവണമെങ്കിൽ ഈ പോളാർ ബോഡിന്റെ ഫോർമേഷൻ വേണം. ആൾസോ ഒരു അൺഈക്വൽ ഡിവിഷൻ ആണ്. ചെറിയ പോളാർ ബോഡിയും വലിയ സെക്കൻഡറി oocyte ആണ്, അല്ലെ. സോ അത് എന്തിനു സഹായിക്കും?
നോക്കൂ, ഈ സ്പെർമാറ്റോഗോണിയത്തിൽ പ്രൈമറി യൂസൈറ്റിലൊക്കെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് സൈറ്റോപ്ലാസവും ഒരു സെല്ലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കും അല്ലെ. പോളാർ ബോഡിയിലേക്ക് സൈറ്റോപ്ലാസം പോകുന്നില്ല, ഫുൾ സൈറ്റോപ്ലാസം എവിടേക്കാണ് പോകുന്നത്? സെക്കൻഡറി യൂസൈറ്റിലേക്കും, സെക്കൻഡറി യൂസൈറ്റിൽ നിന്ന് ഓവത്തിലേക്കാണ് പോകുന്നത് അല്ലെ. ബട്ട് അതേസമയം ഈക്വൽ ഡിവിഷൻ ആയിരുന്നെങ്കിലോ ഈ സൈറ്റോപ്ലാസം രണ്ടായിട്ട് 50-50 ഷെയർ ചെയ്ത് പോകുമായിരുന്നില്ലേ. അങ്ങനെ പോവാതെ സൈറ്റോപ്ലാസം മൊത്തത്തിൽ ഫുള്ളായിട്ട് ഓവത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ആര് സഹായിച്ചത്? പോളാർ ബോഡി സഹായിച്ചത്. ഓക്കെ, ഇതാണ് oogenesisന്റെ പ്രത്യേകത. oogenesisന്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫീറ്റൽ സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് പ്രൈമറി യൂസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അറസ്റ്റ് ചെയ്യപ്പെടും പ്രോഫേസ് 1 സ്റ്റേജിൽ. ദെൻ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയിലാണ്. ദെൻ സെക്കൻഡറി യൂസൈറ്റുകളാണ് ഓവുലേഷന്റെ സമയത്ത് റിലീസ് ചെയ്യുന്നത്. ഓവം ഫോം ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് മാത്രമാണ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആൾസോ ക്രോമസോം നമ്പറും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഒരു പ്രൈമറി യൂസൈറ്റിൽ നിന്ന് ഒരു ഓവം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അങ്ങനെയുള്ള കുറെ ഡിഫറൻസസ് നമുക്ക് oogenesis നോട്ട് ചെയ്യാൻ പറ്റും. സോ oogenesis വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക്. സോ നന്നായിട്ട് ഈ സ്കീമാറ്റിക് ഡയഗ്രം അതുപോലെ അതിന്റെ പല പല പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു അല്ലെ, പോളാർ ബോഡി അടക്കമുള്ള കാര്യങ്ങൾ. സോ അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ക്ലിയർ ആണല്ലോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് ഡിസ്കസ് സം ഡിഫറൻസസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജെനസിസ് ആൻഡ് oogenesis. ചോദിക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പെർമാറ്റോജെനസിസും oogenesisഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, പ്രധാനപ്പെട്ട ചില ഡിഫറൻസസ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. സ്പെർമാറ്റോജെനസിസ് ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി ആണ്, അതേസമയം oogenesis ബിഗിൻസ് അറ്റ് എംബ്രിയോണിക് സ്റ്റേജ് ആണ് ആസ് വി നോ. ആൻഡ് സ്പെർമാറ്റോജെനസിസ് കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. മൈറ്റോസിസ് നടക്കുന്നു, മിയോസിസ് 1, മിയോസിസ് 2, അതിനിടയിൽ പ്രത്യേകിച്ച് സസ്പെൻഡിങ് സ്റ്റേജസോ അറസ്റ്റിംഗ് സ്റ്റേജസോ ഒന്നുമില്ല, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതേസമയം oogenesis ആണെങ്കിലോ അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നില്ലേ. സോ അതെന്തല്ല, കണ്ടിന്യൂസ് അല്ല, അതൊരു ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ആൻഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേം ഉണ്ടാവും. ഓരോ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും 4 സ്പേം ഉണ്ടാവും. സോ ഇൻ കേസ് നിങ്ങൾക്ക് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന്റെ നമ്പർ തന്നിട്ട് എത്ര സ്പേം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 1 ആണെങ്കിൽ 4 സ്പേം ഉണ്ടാവും. അപ്പൊ ഇൻറ്റു 4 ചെയ്താൽ മതി. അതേസമയം പ്രൈമറി oocyteന്റെ കേസ് ആണെങ്കിലോ ഒരു പ്രൈമറി oocyte നിന്ന് ഒരു ഓവം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ഇത് പ്രധാനപ്പെട്ട ചില ഡിഫറൻസസ് ആണ്. ഇനി നമുക്ക് ഡിഫറൻസസ് പറയാൻ പറ്റും. സ്പെർമാറ്റോജെനസിസ് മെയിൽസിലാണ്, oogenesis ഫീമെയിൽസിലാണ്. oogenesis പോളാർ ബോഡി ഫോർമേഷൻ ഉണ്ട്, സ്പെർമാറ്റോജെനസിസിൽ പോളാർ ബോഡി ഫോർമേഷൻ ഇല്ല. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറൻസസ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും ഇൻ ബിറ്റ്വീൻ സ്പെർമാറ്റോജെനസിസ് ആൻഡ് oogenesis. സോ ആ ഒരു ക്വസ്റ്റ്യൻ വന്നാലും എല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ നമ്മുടെ ഓവത്തിന്റെ സ്ട്രക്ചർ നോക്കാം. ഓക്കെ, ഓവത്തിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സെന്ററിൽ നമുക്ക് ഓവത്തിന്റെ ന്യൂക്ലിയസ് കാണാൻ പറ്റും. ചുറ്റും സൈറ്റോപ്ലാസം ഉണ്ട് അല്ലെ, ഊപ്ലാസം എന്ന് പറയുന്ന സൈറ്റോപ്ലാസം ഉണ്ട്. Then there is a plasma membrane. Okay, ഓവത്തിന് ചുറ്റിക്കൊണ്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിന് പുറത്ത് ഒരു സ്പെഷ്യൽ ലെയർ ഉണ്ട്. യു ക്യാൻ സീ ഹിയർ ഇൻ ഗ്രീൻ കളർ. അതാണ് സോണ പെല്ലിസിഡ. ഓക്കെ, സോണ പെല്ലിസിഡ. ക്ലിയർ? സോണ പെല്ലിസിഡയ്ക്കും പ്ലാസ്മ മെംബ്രെയിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഒരു പിങ്ക് കളറിൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്നില്ലേ? സോണ പെല്ലിസിഡയ്ക്കും പ്ലാസ്മ മെംബ്രെയിനും ഇടയിലുള്ള ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് പെരിവിറ്റലൈൻ സ്പേസ്. പെരിവിറ്റലൈൻ സ്പേസ്. ദെൻ സോണ പെല്ലിസിഡയ്ക്ക് പുറത്ത് നമുക്ക് ഒരു ലെയർ ഓഫ് ടിഷ്യൂസ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് കൊറോണ റേഡിയേറ്റ, സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ. ഓക്കെ, സോ അത്രയുമൊക്കെ പാർട്സ് ആണ് നമുക്ക് ഓവത്തിന്റെ സ്ട്രക്ചറിൽ കാണാൻ പറ്റും. സിമ്പിൾ ഡയഗ്രാം ആണ് ഓവത്തിന്റെ സ്ട്രക്ചർ. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രോസസ് ആണ് ഫീമെയിൽസിൽ കാണുന്ന മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ആണ്, പ്രൈമേറ്റ്സിലാണ് കാണുന്നത്. മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് നമുക്കറിയാം ഒരു 28 to 29 ഡേ സൈക്കിളാണ്. അതിൽ പ്രധാനമായിട്ടും 4 ഫേസുകളാണുള്ളത്. മെൻസ്ട്രൽ സൈക്കിളിന് 4 ഫേസ് ഉണ്ട്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് മെനാർക്ക് ആൻഡ് വാട്ട് ഈസ് മെനപ്പോസ്. മെനാർക്ക് എന്ന് വെച്ചാൽ സിംപ്ലി ദ സ്റ്റാർട്ടിങ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആണ്. ഫീമെയിൽസിൽ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നോർമലി നമ്മൾ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്തു എന്ന് പറയുന്നത്. സോ ആ സ്റ്റാർട്ടിങ് ഓഫ് മെൻസ്ട്രൽ സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് മെനാർക്ക്. ഒരു 12 to 13 ഇയേഴ്സ് ഓഫ് ഏജിലാണ് മെനാർക്ക് സാധാരണയായിട്ട് നടക്കുന്നത്. ദെൻ മെനപ്പോസ് എന്ന് വെച്ചാൽ ടെർമിനേഷൻ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആണ്. ഫീമെയിൽസിൽ ഒരു 45 to 50 ഇയേഴ്സിന്റെ ഇടയിൽ എത്തുമ്പോഴേക്കും മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യും. സീസിങ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, അതിനെ വിളിക്കുന്ന പേരാണ് മെനപ്പോസ്. സോ അത് നോട്ട് ചെയ്ത് വെക്കുക, വാട്ട് ഈസ് മെനാർക്ക് ആൻഡ് വാട്ട് ഈസ് മെനപ്പോസ്. ഓക്കെ,
സോ നമുക്ക് മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് സ്റ്റേജസ് നോക്കാം. മെൻസ്ട്രൽ സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് മെൻസ്ട്രൽ ഫേസ്. ഓക്കെ, അതായത് ഒരു മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു മെൻസ്ട്രൽ സൈക്കിൾ കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത്. സോ ഫസ്റ്റ് ഫേസിനെ വിളിക്കുന്ന പേര് മെൻസ്ട്രൽ ഫേസ് എന്നാണ്. ഓക്കെ, മെൻസ്ട്രൽ ഫേസ് അഥവാ ബ്ലീഡിംഗ് ഫേസ്. ആ സമയത്താണ് മെൻസ്ട്രുവേഷൻ ബ്ലീഡിങ് നടക്കുന്നത്. ആക്ച്വലി അവിടെ നടക്കുന്നത് യൂട്രസ് ഉണ്ടല്ലോ, ഫീമെയിൽസിന്റെ യൂട്രസിന്റെ ഇന്നർ വാള് എൻഡോമെട്രിയൽ ലൈനിങ്സ് ഒക്കെ റപ്ചർ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ഡീജനറേറ്റ് ചെയ്ത് പോകണം. ഡീജനറേഷൻ ഓഫ് എൻഡോമെട്രിയൽ വാൾ ഓഫ് യൂട്രസ് ആണ് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തു പോകുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ ടൈം ഓഫ് മെൻസ്ട്രുവേഷൻ. സോ ആ ഒരു ഫേസ് ആണ് മെൻസ്ട്രൽ ഫേസ്. മെൻസ്ട്രൽ ഫേസ് നോർമലി ഒരു 3 to 5 days ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആണ്. മെൻസ്ട്രൽ സൈക്കിളിന്റെ ഫസ്റ്റിലുള്ള ഒരു 3 to 5 days ആണ്. ഒരു 3rd to 5th day ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫോളിക്കുലാർ ഫേസ് ആണ്, ആൾസോ കോൾഡ് പ്രോലിഫറേറ്റീവ് ഫേസ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ മെൻസ്ട്രുവേഷൻ നടന്നു കഴിഞ്ഞു. ഓക്കെ, മെൻസ്ട്രുവേഷൻ നടന്നു, ഓൾറെഡി ഉള്ള ഓവം അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ ഡീജനറേറ്റ് ചെയ്ത് ബ്ലീഡിംഗ് രൂപത്തിൽ പുറത്തു പോയി. പുതിയ ഫോളിക്കിൾസ് ഫോം ചെയ്യും. ഓക്കെ, പുതിയ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്ന ഫേസ്, അതായത് നെക്സ്റ്റ് പുതിയൊരു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ എൻഡോമെട്രിയത്തിന്റെ വാൾ വീണ്ടും റീജനറേറ്റ് ചെയ്യുന്നു, പ്രോലിഫറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ യൂട്രസിൽ എൻഡോമെട്രിയത്തിന്റെ പ്രോലിഫറേഷനും ഓവറിയില് പുതിയ ഫോളിക്കിളിന്റെ ഡെവലപ്മെന്റ് നടക്കുന്ന ഫേസിനെയാണ് നമ്മൾ ഫോളിക്കുലാർ ഓർ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് വിളിക്കാം. ഓക്കെ, ഏകദേശം 6th to 13th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആണ് ഫോളിക്കുലാർ ഓർ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഓവുലേറ്ററി ഫേസ് ആണ്. ഈ ഒരു 13th ഡേ വരെ നമ്മൾ പറഞ്ഞല്ലോ. ഇനി നെക്സ്റ്റ് ഈ ഓവുലേറ്ററി ഫേസിൽ നടക്കുന്നത് ഓവുലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്തു. ഫോളിക്കുലാർ ഫേസിൽ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്തു. പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ആയി, ടെർഷ്യറി ഫോളിക്കിൾ ആയി, മെച്വർ ഗ്രാഫിയൻ ഫോളിക്കിൾ ആയി. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യും. ഓക്കെ, LH സർജ് നടന്നിട്ടാണ്. ഓക്കെ, LH എന്ന ഹോർമോണിന്റെ LH സർജ് നടന്നിട്ടാണ് ഓവുലേഷൻ നടക്കുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യും. അങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഓവുലേഷൻ. ഓവുലേഷൻ നടക്കുന്ന ഫേസിനെയാണ് നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്ന് വിളിക്കുക. ഓക്കെ, മെൻസ്ട്രൽ സൈക്കിളിന്റെ അബൌട്ട് 14th ഡേ, അതായത് എക്സാക്ട് ഹാഫ് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിളിൽ 14th ഡേയിലാണ് നമുക്ക് ഓവുലേറ്ററി ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓവുലേഷൻ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം LH സർജ് ആണ്. LH എന്ന് പറയുന്ന ലൂട്ടനൈസിങ് ഹോർമോൺ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നില്ല, 14th ഡേക്ക് ശേഷം 15th to ലാസ്റ്റ് 28th or 29th ഡേ, അതാണ് സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലുട്ടിയൽ ഫേസ്. ഈ ഒരു ഫേസിൽ ഓൾറെഡി ഓവുലേഷന്റെ സമയത്ത് റപ്ചർ ചെയ്ത ഗ്രാഫിയൻ ഫോളിക്കിള് കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ് പ്രൊജസ്റ്ററോൺ റിലീസ് ചെയ്യുക. പ്രൊജസ്റ്ററോൺ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. എൻഡോമെട്രിയം നന്നായിട്ട് പ്രോലിഫറേറ്റ് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രൊജസ്റ്ററോൺ സഹായിക്കും. ആൻഡ് ഈ ഒരു ഫേസിനെ നമുക്ക് 2 ഹാഫ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഫേസിന്റെ ഫസ്റ്റ് ഹാഫില് കോർപ്പസ് ലൂട്ടിയം നന്നായിട്ട് മെയിൻറ്റെയിൻ ആവും, നന്നായിട്ട് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യും, എൻഡോമെട്രിയം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോലിഫറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, സോ ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ തന്നെ എന്ത് ചെയ്ത് പോകും, ആ ഒരു കണ്ടീഷൻ കണ്ടിന്യൂ ചെയ്ത് പോകും. ഫെർട്ടിലൈസേഷൻ നടക്കാതിരുന്നാൽ പതിയെ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും, പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയും. Again it leads to next menstruation. എൻഡോമെട്രിയൽ വാൾ പതുക്കെ ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അടുത്തൊരു മെൻസ്ട്രുവേഷനിലേക്ക്, അടുത്തൊരു ബ്ലീഡിങ്ങിലേക്ക് അത് നയിക്കും. ഓക്കെ, സോ അതാണ് ലുട്ടിയൽ ഓർ സെക്രീറ്ററി ഫേസ് 15th to 28th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ നടക്കുന്നത്. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദിസ് ഇസ് ദ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഓഫ് ഫീമെയിൽ പ്രൈമേറ്റ്സ്. ഓക്കെ, അതാണ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. മെൻസ്ട്രൽ സൈക്കിളിൽ നടക്കുന്ന ഡിഫറെന്റ് ചേഞ്ചസ് ആണ്. ഓവറിൽ നടക്കുന്ന ചേഞ്ചസും കൊടുത്തിട്ടുണ്ട്, അതുപോലെ യൂട്രസിൽ നടക്കുന്ന ചേഞ്ചസും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഹോർമോണൽ ചേഞ്ചസും അതുപോലെ ഓവറിയിലും നമ്മൾ പറഞ്ഞ യൂട്രസിലൊക്കെ നടക്കുന്ന ചേഞ്ചസ്. ഓക്കെ, ഓവറിയിലും യൂട്രസിലും നടക്കുന്ന ചേഞ്ചസ്. സോ നേരെ നോക്കാം, പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവൽസ് ആണ് അല്ലെ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നിയന്ത്രിക്കുന്ന പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഗൊണാഡോട്രോപ്പിൻസ് ആണ് LH ഉം FSH. ഓക്കെ, സോ LH-ന്റെയും FSH-ന്റെയും അളവ് നോക്കാം. മെൻസ്ട്രുവേഷൻ തുടക്ക സമയത്ത് എല്ലാ ഹോർമോൺസും, മെൻസ്ട്രുവേഷൻ നടക്കുന്ന സമയത്ത് എല്ലാ ഹോർമോൺസും
ലോ ലെവലിലായിരിക്കും. ദെൻ മെൻസ്ട്രേഷൻ തുടങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെൻസ്ട്രേഷന് ശേഷം ആ ഒരു മെൻസ്ട്രേഷൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന ഹോർമോൺസിന്റെ അളവ് മെല്ലെ കൂടാൻ തുടങ്ങും. ഓക്കെ, സോ ആ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവും LH ഹോർമോണൊക്കെ പതിയെ കൂടുന്നുണ്ട്. ഓക്കെ, സോ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വരുന്ന സമയത്താണ് നമുക്ക് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിന്റെ അളവ് കൂടുന്ന സമയത്താണ് ഫോളിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. നമ്മളെ ഫസ്റ്റ് മെൻസ്ട്രേഷൻ നടക്കുന്ന സമയത്തിന് ശേഷം ഫോളിക്കുലാർ ഫേസ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, അപ്പൊ ഫോളിക്കലുകളുടെ ഡെവലപ്മെന്റ് നടക്കും. ഓക്കെ, അങ്ങനെ ഒരു ഫേസിൽ എത്തുമ്പോഴാണ് LH അളവ് ധാരാളമായിട്ട് കൂടുന്നത്, LH പീക്ക് ലെവലിൽ എത്തുന്നത്. ആ ഒരു ഫേസിനെയാണ് നമ്മൾ LH സർജ് എന്ന് വിളിച്ചത് അല്ലെ. LH സർജ് എന്ന് വിളിച്ചത് ആ ഒരു ഫേസിനെയാണ്. ആ സമയത്ത് FSH അളവൊക്കെ കൂടുതലാണ്. ആ സമയത്താണ് ഓവുലേഷൻ നടക്കുക അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ 14th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഓവുലേറ്ററി ഫേസ് നടക്കുന്നത് LH സർജിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ദെൻ ആ ഒരു ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെയും LHന്റെയും FSHന്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഓക്കെ, സോ അതാണ് പിറ്റ്യൂട്ടറി ഹോർമോൺസ് നടക്കുന്ന ചേഞ്ചസ്. ദെൻ നെക്സ്റ്റ് നോക്കാം ഓവേറിയൻ ഇവന്റ്സ്. ഓവറിയിൽ എന്തൊക്കെ ഇവന്റ് ആണ് നടക്കുന്നത്? നമുക്ക് ഫസ്റ്റ് മെൻസ്ട്രൽ ഫേസിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഓവമൊക്കെ പുറത്തു പോയി ബ്ലീഡിങ്ങിന്റെ ഭാഗമായിട്ട്. ദെൻ FSHന്റെ ആക്ഷന്റെ ഫലമായിട്ട് ഫോളിക്കിളുകൾ വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ. പ്രൈമറി ഫോളിക്കിളുകൾ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ. സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷ്യറി ഫോളിക്കിൾ ആയിട്ട് മാറുന്നു. മെച്വർ ഫോളിക്കിളിന്റെ പേര് ഗ്രാഫിയൻ ഫോളിക്കിൾ. അങ്ങനെ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നു. ഓവുലേഷന്റെ സമയത്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു അല്ലെ. 14th ഡേയിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ഓവുലേഷൻ നടക്കുന്നു. റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുന്നു, ഡെവലപ്പിംഗ് കോർപ്പസ് ലൂട്ടിയം. അങ്ങനെ കോർപ്പസ് ലൂട്ടിയം പിന്നെ ഡെവലപ്പ് ചെയ്ത് പോകും. ദെൻ നമ്മൾ പറഞ്ഞു ആ ലൂട്ടിയൽ ഫേസിന്റെ സെക്കൻഡ് ഹാഫിൽ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും, സ്റ്റാർട്ട്സ് ടു ഡീജനറേറ്റ്. ഓക്കെ, റിഗ്രസിംഗ് കോർപ്പസ് ലൂട്ടിയം പിന്നീട് എന്തായിട്ട് മാറും, ചെറുതായി വരും. അങ്ങനെ എൻഡിലെത്തുമ്പോഴേക്കും കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പൊ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയും. ദെൻ അഗെയിൻ ലീഡ്സ് ടു നെക്സ്റ്റ് മെൻസ്ട്രേഷൻ. ഇതാണ് ഓവറിയിൽ നടക്കുന്ന ചേഞ്ച്. നെക്സ്റ്റ് ഒവേറിയൻ ഹോർമോൺസിന്റെ ലെവൽ. ഒവേറിയൻ ഹോർമോൺസ് ആരൊക്കെയാ? ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ആണ് ഒവേറിയൻ ഹോർമോൺസ്. സോ ഈസ്ട്രോജന്റെ അളവ് തുടക്ക സമയത്ത് കുറവായിരുന്നു അല്ലെ. ഈസ്ട്രോജനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഡെവലപ്പിംഗ് ഫോളിക്കിൾസ് ആണ് ഈസ്ട്രോജനെ സെക്രീറ്റ് ചെയ്യുക. സോ ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്തോറും ഈസ്ട്രോജന്റെ അളവ് കൂടി വരും. ഗ്രാഫിയൻ ഫോളിക്കിൾ ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് ഈസ്ട്രോജന്റെ അളവ് എന്തായിരിക്കും, പീക്ക് ലെവലിലെത്തും. ഓക്കെ, ദെൻ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഈസ്ട്രോജന്റെ അളവ് പിന്നെയും താഴും. ഓക്കെ, ഡിക്ലൈൻ ചെയ്യും. ഓക്കെ, അതേസമയം പ്രൊജസ്ട്രോണിനെ പ്രധാനമായിട്ടും സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? കോർപ്പസ് ലൂട്ടിയം ആണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്രീറ്ററി ഫേസ് എത്തുന്നത് വരെ അല്ലെങ്കിൽ ഓവുലേറ്ററി ഫേസ് വരെ പ്രൊജസ്ട്രോണിന്റെ അളവിൽ കാര്യമായിട്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല, ലോ ലെവലിലായിരിക്കും. ഓവുലേറ്ററി ഫേസിന് ശേഷം കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുമ്പോഴാണ് പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടുന്നത്. ഓക്കെ, പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടുന്നത്. ഓക്കെ, ആൾസോ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് സ്മോൾ എമൗണ്ടിൽ ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈസ്ട്രോജന്റെ അളവ് നമുക്ക് ഇവിടെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ലൂട്ടിയൽ ഫേസിന്റെ സെക്കൻഡ് ഹാഫിൽ എന്താ സംഭവിക്കുക? കോർപ്പസ് ലൂട്ടിയം വീണ്ടും ഡീജനറേറ്റ് ചെയ്ത് പോവാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പ്രൊജസ്ട്രോണിന്റെ അളവും കുറയും, ഈസ്ട്രോജൻ അളവൊക്കെ കുറയും. അങ്ങനെ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറഞ്ഞ് അത് എന്തിലേക്ക് നയിക്കും? അടുത്തൊരു മെൻസ്ട്രേഷനിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, അഗെയിൻ എൻഡോമെട്രിയൽ വാൾസ് ഡീജനറേറ്റ് ചെയ്ത് പോകും. അതാണ് ഒവേറിയൻ ഹോർമോൺസിന്റെ പ്രവർത്തന ഫലമായിട്ട് നടക്കുന്നത്. ഇനി യൂട്രൈൻ ഇവന്റ്സ് നോക്കുക. യൂട്രസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മെൻസ്ട്രേഷൻ ഫേസസിൽ മെൻസസ് ആണ്. അതായത് യൂട്രസിന്റെ എൻഡോമെട്രിയൽ വാൾ എന്ത് ചെയ്യുന്നു? ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ഫോളിക്കുലാർ ഓർ പ്രോലിഫറേറ്റീവ് ഫേസിൽ അങ്ങനെ ഡീജനറേറ്റ് ചെയ്ത് പോയ യൂട്രൈൻ വാള്, എൻഡോമെട്രിയൽ വാള് വീണ്ടും റീജനറേറ്റ് ചെയ്യാണ്, പ്രോലിഫറേറ്റ് ചെയ്യാണ്. അങ്ങനെ പ്രോലിഫറേറ്റ് ചെയ്ത് വരുന്നു. കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്ന സമയത്ത് നോക്കുക, നമ്മുടെ എൻഡോമെട്രിയൽ വാൾ നന്നായിട്ട് പ്രോലിഫറേറ്റ് ചെയ്യും, നന്നായിട്ട് തിക്നെസ് കൂടി വരും. ദെൻ ലൂട്ടിയൽ ഫേസിന്റെ സെക്കൻഡ് ഹാഫിൽ പ്രൊജസ്ട്രോണിന്റെ അളവ് പിന്നെയും ഡിക്ലൈൻ ചെയ്യും. അപ്പൊ യൂട്രസിന്റെ വാള്, എൻഡോമെട്രിയൽ വാള് പിന്നെയും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ലീഡ്സ് ടു നെക്സ്റ്റ് മെൻസ്ട്രേഷൻ. അടുത്ത മെൻസ്ട്രേഷനിലേക്ക്, അടുത്ത മെൻസസിലേക്ക് അത് ലീഡ് ചെയ്യും. സോ ഇതൊക്കെയാണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് നടക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ചേഞ്ചസ്. ഓക്കെ, സോ പിറ്റ്യൂട്ടറി ഹോർമോൺസിൽ ഉണ്ടാകുന്ന ചേഞ്ച് പറഞ്ഞു, അതായത് LHും FSHും. ഒവേറിയൻ ഹോർമോൺസ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഉണ്ടാകുന്ന ചേഞ്ചസ് പറഞ്ഞു. ഓവറിൽ നടക്കുന്ന ചേഞ്ചസ് പറഞ്ഞു. യൂട്രസിൽ നടക്കുന്ന ചേഞ്ചസും പറഞ്ഞു. ഓക്കെ, സോ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രാഫാണ്. സോ ആ ഗ്രാഫ് നന്നായിട്ട് മനസ്സിലാക്കുക. ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ നമുക്ക് ഓൾറെഡി അറിയാം.
അങ്ങനെ സ്പേം എങ്ങനെ ഉണ്ടാവുന്നു എന്നും ഓവം എങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു കഴിഞ്ഞാൽ ഇൻസെമിനേഷൻ നടക്കും. സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ഇൻസെമിനേഷൻ നടക്കും. സ്പേം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലെത്തും. ഓക്കെ, സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. എല്ലാ സെക്ഷൽ ഇന്റർകോഴ്സും ഫെർട്ടിലൈസേഷനിലേക്ക് നയിക്കൂല. അങ്ങനെ നയിക്കുമെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. നോ, നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ഓവത്തിന്റെ റിലീസും സ്പേം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് അതേസമയം എൻ്ററും ചെയ്താൽ മാത്രമേ സ്പേമും ഓവവും തമ്മിൽ കണ്ടുമുട്ടുകയുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ഓക്കെ, സോ അതാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലെ ആംബുലറി റീജിയനിലാണ്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ്. ഓക്കെ, ഫലോപ്പിയൻ ട്യൂബിന്റെ ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ്. ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആംബുലറി റീജിയൻ എന്ന് പറയാൻ പറ്റും ഫലോപ്പിയൻ ട്യൂബിൽ. അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. സ്പേമും ഓവം കൂടി ചേർന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് സ്പേം ഓവത്തിനകത്തേക്ക് എൻ്റർ ചെയ്യും. സ്പേമിന്റെ ന്യൂക്ലിയസും ഓവത്തിന്റെ ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നോക്കൂ, സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് അണ്ടർഗോ ക്ലീവേജ്. സൈഗോട്ട് അണ്ടർഗോ ക്ലീവേജ്. സൈഗോട്ട് ഡിവിഷൻ സംഭവിക്കും. ഓക്കെ, സൈഗോട്ട് ക്ലീവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഡിവൈഡ് ചെയ്യും. അങ്ങനെ ബ്ലാസ്റ്റോമിയറുകൾ ഉണ്ടാവും. ബ്ലാസ്റ്റോമിയേഴ്സ് ഫോം ചെയ്യും. ഓക്കെ, ബ്ലാസ്റ്റോമിയേഴ്സ്. സോ സൈഗോട്ട് വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ്. സൈഗോട്ട് വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആണെങ്കിൽ 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മോറുല. ഓക്കെ, സോ അങ്ങനെയാണ് സൈഗോട്ടിന്റെ ക്ലീവേജ് നടക്കുന്നത്. സോ അതിന് അതേ സമയത്ത് നമ്മൾ ഫെർട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക്കാണ് സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ, എങ്ങനെയാണ് ഫോം ചെയ്യുന്ന ഫീറ്റസിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ മറ്റു ചാപ്റ്ററിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം മെയിൽസിന്റെ സെക്സ് ക്രോമസോം എക്സ് ആൻഡ് വൈ ആണ്. XY സെക്സ് ക്രോമസോം ആണ്. ഓക്കെ, 44 ഓട്ടോസോമും XY സെക്സ് ക്രോമസോമും ആണ് മെയിലിലുള്ളത്. ഫീമെയിലാണെങ്കിലോ 44 ഓട്ടോസോമും XX സെക്സ് ക്രോമസോമും ആണുള്ളത്. ഓക്കെ, സോ ഈ XY സെല്ലിൽ നിന്ന് ഉണ്ടാകുന്ന സ്പേമുകൾ, XY ആണ് സ്പെർമാറ്റോഗോണിയ, അതിൽ നിന്നുണ്ടാകുന്ന സ്പേമുകൾ X സ്പേമും ഉണ്ട്, Y സ്പേമും ഉണ്ട്. ഓക്കെ, അതായത് സ്പെർമാറ്റോജെനസിസിൽ മെയിൽസിൽ ഉണ്ടാകുന്ന സ്പേമുകൾ 50% എന്താണ്? X സ്പേമാണ്, 50% Y സ്പേമാണ്. അതേസമയം ഫീമെയിൽസിൽ ഉണ്ടാകുന്ന എല്ലാ ഓവം 100% ഓവം എന്താണ്? X ഓവമാണ്. ഓക്കെ, സോ ഇനി ഫെർട്ടിലൈസേഷൻ സമയത്ത് X സ്പേമും X ഓവമാണ് കൂടി ചേർന്നതെങ്കിൽ XX ആയിരിക്കില്ല ഫീറ്റസിന്റെ സെക്സ് ക്രോമസോം. സോ അത് ആരായിരിക്കും? ഫീമെയിൽ ചൈൽഡ് ആയിരിക്കും. അതേസമയം X ഓവവും Y സ്പേമുമാണ് കൂടി ചേർന്നെങ്കിലോ XY സൈഗോട്ടാണ് ഉണ്ടാവുക, അത് മെയിൽ ആയിരിക്കും. ഇങ്ങനെയാണ് സൈഗോട്ടിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ സെക്സ് ഡിറ്റർമിനേഷനിൽ റോൾ ഉള്ളത് ആർക്കാണ്? മെയിൽസിനാണ്. ഒരു മെയിലാണ്, മെയിൽ സ്പേം ആണ് അല്ലെ, സ്പേം ആണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടി നമ്മൾ അവിടെ മനസ്സിലാക്കണം. ദെൻ നമ്മൾ പറഞ്ഞു സൈഗോട്ടിന്റെ ക്ലീവേജ് നടക്കുന്നു, ബ്ലാസ്റ്റോമിയേഴ്സ് ഫോം ചെയ്യുന്നു. 8 to 16 ബ്ലാസ്റ്റോമിയയുടെ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് മോറുല. ഒരു വൺ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മോറുല. ഓക്കെ, ദെൻ പിന്നെയും നമ്മുടെ സൈഗോട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ പുതിയൊരു സ്റ്റേജ് ഫോം ചെയ്യും. ആ സ്റ്റേജിന്റെ പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ, ബ്ലാസ്റ്റോസിസ്റ്റ്. സോ ഈ ഡയഗ്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഡയഗ്രം ആണ് അല്ലെ. നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ ആംപിലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ പറയുന്ന ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെ സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ടിന്റെ ഡിവിഷൻ നടക്കുന്നത് 2 ബ്ലാസ്റ്റോമിയർ, 4 ബ്ലാസ്റ്റോമിയർ, ഒരു 8 to 16 ബ്ലാസ്റ്റോമിയർ സ്റ്റേജിനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? മോറുല. മോറുല എന്ന് പറഞ്ഞില്ല. then again സൈഗോട്ടിന്റെ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാ പുതിയൊരു ഫോമിലേക്ക് സൈഗോട്ട് എത്തുന്നു. ഫോമിന്റെ പേര് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ്. ഇതാ ഇവിടെ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചറിൽ നമുക്ക് 2 ലെയർ ഓഫ് സെൽസ് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഔട്ടർ ഒരു പുറമേ കൂടി ഒരു ലെയർ ഓഫ് സെൽസ് പോകുന്നുണ്ട്. ആ ലെയർ ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. ട്രോഫോബ്ലാസ്റ്റ്. ഓക്കെ, then അകത്ത് ഒരു മാസ് ഓഫ് സെൽസ് കാണാൻ പറ്റൂലേ, ആ ഒരു മാസ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. ഓക്കെ, ഈ ഒരു ഡയഗ്രാം പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഡയഗ്രാം. ഓക്കെ, ഒരു ഔട്ടർ ലെയർ ഓഫ് ട്രോഫോബ്ലാസ്റ്റും
ഇന്നർ മാസ് ഓഫ് സെൽ ഉണ്ട്, അത് ഇന്നർ സെൽ മാസ് എന്നാണ് വിളിക്കാം. ഓക്കെ, സോ ബ്ലാസ്റ്റോസിസ്റ്റിൽ ആരൊക്കെയാ ഉണ്ടാവുക? ഇന്നർ സെൽ മാസും ഉണ്ടാകും, ട്രോഫോബ്ലാസ്റ്റും ഉണ്ടാകും. ഓക്കെ, ട്രോഫോബ്ലാസ്റ്റ് ആണ് ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ ഇംപ്ലാന്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇന്നർ സെൽമാസോ, ഇന്നർ സെൽമാസ് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് വളരുന്നത് ആരാണ്? ഇന്നർ സെൽമാസ് ആണ്. എംബ്രിയോ ആയിട്ട് വളരുന്നത് ഇന്നർ സെൽമാസ് ആണ്. ഓക്കെ, എംബ്രിയോ ആയിട്ട് വളരുന്നത് ഇന്നർ സെൽമാസ് ആണ്. ട്രോഫോബ്ലാസ്റ്റ് ആണ് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ ഇംപ്ലാന്റേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഈ സൈഗോട്ട്, അതായത് സൈഗോട്ട് ഏത് സ്റ്റേജിലാണ് ഇംപ്ലാന്റ് ചെയ്യപ്പെടുക? ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണ് സൈഗോട്ട് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റിന് യൂട്രസിന്റെ വാളിൽ, യൂട്രസിന്റെ എൻഡോമെട്രിയൽ വാളിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷന് സഹായിക്കുന്നത് ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള ട്രോഫോബ്ലാസ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ആൻഡ് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ പ്ലാസെന്റ ഫോം ചെയ്യും. ഓക്കെ, ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാസെന്റ ഫോം ചെയ്യും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പ്ലാസെന്റൽ ഫോർമേഷൻ. ഓക്കെ, പ്ലാസെന്റ എന്ന് വെച്ചാൽ മദറിനെയും ഫീറ്റസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് പ്ലാസെന്റ. പ്ലാസെന്റയ്ക്ക് പലതരം ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, മേ ബി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസെന്റ? ഓക്കെ, എന്തൊക്കെയാണ് ഫങ്ഷൻ പ്ലാസെന്റയുടെ ഫങ്ഷൻസ്? ഒന്ന്, പ്ലാസെന്റ വഴിയാണ് ഫീറ്റസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് ന്യൂട്രീഷനും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ത്രൂ പ്ലാസെന്റയാണ്. ഫീറ്റസിൽ നിന്ന് എക്സ്ക്രീറ്ററി വേസ്റ്റും കാർബൺ ഡൈ ഓക്സൈഡും പുറന്തള്ളുന്നതും പ്ലാസെന്റയിലൂടെയാണ്. ഓക്കെ, അതായത് ഫീറ്റസിലേക്ക് ഓക്സിജനും ന്യൂട്രീഷൻസും വരുന്നത് ത്രൂ പ്ലാസെന്റയാണ് ഫ്രം മദർ. ആൾസോ ഫീറ്റസിന് വേസ്റ്റും കാർബൺ ഡൈ ഓക്സൈഡും പുറന്തള്ളുന്നത് പ്ലാസെന്റയിലൂടെയാണ്. ഓക്കെ, ആൾസോ പ്ലാസെന്റ ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസെന്റ ആക്ട് ആസ് എ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ്. പ്ലാസെന്റയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ഹോർമോൺസ് ആണ് HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയും. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. വേറൊരാണ് HPL. HPL എന്ന് വെച്ചാൽ ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ എന്നാണ്. ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ. ഓക്കെ, ദെൻ വേറൊരു ഹോർമോൺ ആണ് നമ്മൾ പഠിക്കുന്ന ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. ഓക്കെ, ആൾസോ ദർ ഇസ് റിലാക്സിൻ. വേറൊരു ഹോർമോൺ ആണ് റിലാക്സിൻ. സോ ഇതൊക്കെ പ്ലാസെന്റയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. സോ അവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഈസ് പ്ലാസെന്റ എ എൻഡോക്രൈൻ ഗ്ലാൻഡ്, അല്ലെങ്കിൽ പ്ലാസെന്റ ആക്ട് ആസ് എ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ്, ജസ്റ്റിഫൈ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ പ്ലാസെന്റ ഒരു ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. പ്ലാസെന്റയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് HCG, HPL, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, റിലാക്സിൻ ഒക്കെ. ക്ലിയർ? സോ അതൊക്കെയാണ് പ്ലാസെന്റയുടെ പ്രത്യേകത. പ്ലാസെന്റയോട് ബന്ധപ്പെട്ടുള്ള ഒരു ഡയഗ്രാം ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ഡയഗ്രാം ആണ്. സോ ആ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് ഫീറ്റസിനെ കാണാൻ പറ്റും അല്ലേ? ഇതാണ് ഫീറ്റസ്, എംബ്രിയോ. ആൻഡ് ഈ ഒരു ഭാഗമാണ് പ്ലാസെന്റ. പ്ലാസെന്റൽ വില്ലൈസ് ഒക്കെ കാണാൻ പറ്റും. പ്ലാസെന്റയെയും ഫീറ്റസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോഡാണ് അംബിലിക്കൽ കോഡ്. ഓക്കെ, ദെൻ ആ ഒരു ഡയഗ്രാം കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ദെൻ ഇനി പ്ലാസെന്റ ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റേഷൻ ആണ് അല്ലേ? നമ്മൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞില്ലേ, ജസ്റ്റേഷൻ, എംബ്രിയോണിക് ഡെവലപ്മെന്റ് നടക്കും. ജസ്റ്റേഷൻ പീരീഡ് 9 months അല്ലെങ്കിൽ ഒരു 270 days ഒക്കെയാണ് അപ്രോക്സിമേറ്റ്ലി. ആ ഒരു എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്. 1 month ഓഫ് പ്രഗ്നൻസി, അതായത് ആഫ്റ്റർ 1 month നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫീറ്റസിന്റെ ഹാർട്ട് ഫോം ചെയ്യും. ഹാർട്ട് ബീറ്റ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, ഹാർട്ട് ബീറ്റ് ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 1 month ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ആഫ്റ്റർ 1 month ഹാർട്ട് ഇസ് ഫോംഡ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നടക്കുന്ന ഒരു ഫ്യൂച്ചർ ഇൻ കേസ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ്. ഇനി എൻഡ് ഓഫ് 2nd month, ഓക്കെ, 2nd month ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ എൻഡ് ഓഫ് 2nd monthലാണ് ഈ ഫീറ്റസിന്റെ ലിംസും ഡിജിറ്റ്സും ഒക്കെ ഫോം ചെയ്യും. ഫീറ്റസിന്റെ ലിംസ്, കൈ, കാലും ഒക്കെ ഫോം ചെയ്യും. അതുപോലെ ഡിജിറ്റ്സ്, ഫിംഗേഴ്സ്, വിരലുകളൊക്കെ ഫോം ചെയ്യുന്നതാണ് 2nd monthന്റെ എൻഡ് പ്രധാനമായിട്ടും നടക്കുന്നത്. ദെൻ 3rd month, അതായത് 3rd month എന്ന് പറയുമ്പോൾ ട്രൈമെസ്റ്റർ ആണ്. ഓക്കെ, ഒരു 9 month ഉള്ള ഈ ഒരു ജസ്റ്റേഷൻ പീരീഡിനെ നമ്മൾ 3 ട്രൈമെസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈമെസ്റ്റർ, 2nd ട്രൈമെസ്റ്റർ, 3rd ട്രൈമെസ്റ്റർ. ഫസ്റ്റിലെ 3 months ആണ് ഫസ്റ്റ് ട്രൈമെസ്റ്റർ. ഫസ്റ്റ് ട്രൈമെസ്റ്ററിന്റെ സമയത്ത് നടക്കുന്ന മാറ്റം, ഓക്കെ,
തേർഡ് മന്ത് ഓഫ് പ്രഗ്നൻസി, അതായത് ആ തേർഡ് മന്ത് ഒരു 3 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും എന്താണ് സംഭവിക്കുക? ഫീറ്റസിന്റെ ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ആകും. അതുപോലെ ലിംസും എക്സ്റ്റേണൽ ജെനറ്റാലിയും ഒക്കെ വെൽ ഡെവലപ്പ് ആകും. അതാണ് ഒരു ട്രൈമെസ്റ്റർ കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡ്യൂറിങ് ദ 5th month ഓഫ് പ്രഗ്നൻസി. ഓക്കെ, 5th month, 5ാമത്തെ മാസം, ഡ്യൂറിങ് ദ 5th month ഫീറ്റസിന് ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ദ ഫീറ്റസ്. ഓക്കെ, ഫീറ്റസ് ആദ്യമായിട്ട് മൂവ്മെന്റ്സ് കാണിച്ചു തുടങ്ങുന്നത് 5th month. ആൾസോ ഹെഡിൽ ഹെയർസ് വരുന്നു. ഓക്കെ, അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ഹെഡ്. ഓക്കെ, ഇതൊക്കെയാണ് 5th month ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ആൻഡ് സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിയുമ്പോഴേക്കും, അഥവാ 6 month കംപ്ലീറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും? ബോഡിയിൽ ഫുള്ളായിട്ടും ഹെയർസ് വരും. ഓക്കെ, രോമങ്ങൾ, ഫൈൻ ഹെയർസ് വരും. ആൾസോ ഐലിഡ്സ് സെപ്പറേറ്റ് ആകും, ഐലാഷ് ഫോം ചെയ്യും. ഇത്രയും മാറ്റങ്ങളാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഉണ്ടാവുക. ആൻഡ് ഫൈനലി ഒരു 9 months കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും, ഒരു 9 months കഴിയുമ്പോഴേക്കും എന്തായിട്ട് മാറും? 9 month ഓഫ് പ്രഗ്നൻസി എത്തുമ്പോഴേക്കും ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആകും. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് റെഡി ടു ഡെലിവറി. ഓക്കെ, ചൈൽഡ് ബർത്ത് നടക്കാനുള്ള സമയമാകും അപ്പോഴേക്കും, ഒരു 9 months കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും. ഓക്കെ, ആൻഡ് ദെൻ മൂവിങ് ടു ദ ലാസ്റ്റ് സ്റ്റേജ്, പാർച്ചുറിഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വാട്ട് ഈസ് പാർച്ചുറിഷൻ? ചൈൽഡ് ബർത്ത് ആണ്, ഡെലിവറി ഓഫ് ദ ബേബി ആണ് പാർച്ചുറിഷൻ. പാർച്ചുറിഷൻ നടക്കുന്നത് ഒരു ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഫോം ചെയ്യും ഫ്രം പ്ലാസെന്റ ആൻഡ് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ്. ആ ഒരു സിഗ്നൽ കൊടുക്കുമ്പോഴാണ് നമ്മുടെ മദറിന്റെ മെറ്റേണൽ പിറ്റ്യൂട്ടറി, മദറിന്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. ആ ഹോർമോണിന്റെ സഹായത്തോടു കൂടി യൂട്രസിന്റെ വിഗറസ് ആയിട്ടുള്ള കോൺട്രാക്ഷൻ നടക്കുകയും അങ്ങനെയാണ് ചൈൽഡ് ബർത്ത് നടക്കുന്നത്. ഓക്കെ, ഓക്സിറ്റോസിൻ ആണ് യൂട്രസിന്റെ കോൺട്രാക്ഷനെ സഹായിക്കുന്ന ഹോർമോൺ. ഓക്കെ, സോ പാർച്ചുറിഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുഞ്ഞിന്റെ ജനനം നടന്നു, ബർത്ത് നടന്നു. ദെൻ പിന്നെ ആ ഒരു ഫീറ്റസിന് ബേബിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്ന പ്രോസസ്സാണ് ലാക്ടേഷൻ. ഓക്കെ, ബ്രസ്റ്റ് ഫീഡിങ് എന്ന് നമ്മൾ പറയില്ലേ, ബ്രസ്റ്റ് ഫീഡിങ് വഴി ആ ഒരു ഫീറ്റസിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് അല്ലെ, ബ്രസ്റ്റ് മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ബ്രസ്റ്റ് മിൽക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഫസ്റ്റ്, ഓക്കെ, മിൽക്ക് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ഇനീഷ്യൽ 2 or 3 days. ഓക്കെ, ആദ്യ ദിവസങ്ങളിൽ പ്രൊഡ്യൂസ് ആകുന്ന മിൽക്ക്, ആ മിൽക്കിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ മിൽക്കിന്റെ പേര് കൊളസ്ട്രം എന്നാണ്. കൊളസ്ട്രം. ഓക്കെ, കൊളസ്ട്രത്തിന്റെ പ്രത്യേകത, കൊളസ്ട്രത്തിൽ ഒരുപാട് ഇമ്മ്യൂണോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് ഫീറ്റസിന് വളരെ ഇനവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ആ ഫീറ്റസിന് കൊളസ്ട്രം പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഇമ്മ്യൂണിറ്റി ഓഫ് ഫീറ്റസ്. ഓക്കെ, സോ അത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അതാണ് കൊളസ്ട്രത്തിന്റെ പ്രത്യേകത. കൊളസ്ട്രത്തിൽ കാണുന്ന ആന്റിബോഡിയാണ് IgA ആന്റിബോഡി. ഓക്കെ, സോ കൊളസ്ട്രം അത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൊളസ്ട്രം, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിന്റെ പേരെന്താണ്, കൊളസ്ട്രം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, സോ അത്രയൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. സോ ഈ ചാപ്റ്റർ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ്, ചാപ്റ്ററിൽ റീപ്രൊഡക്റ്റീവ് ഈവൻറ്റ്സ് നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞു. ഗ്യാമിറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, പാർച്ചുറിഷൻ, ദെൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ലാക്ടേഷൻ. സോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യല്ല ചെയ്തത്, നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്തത്. ഓക്കെ, എല്ലാ ടോപ്പിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ടോപ്പിക്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്ന് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അവിടെ കാണുന്ന സ്ട്രക്ചേഴ്സ് പഠിച്ചു, സ്ട്രക്ചേഴ്സിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അത് പഠിച്ചു ആദ്യം. ദെൻ മെയിൽസിൽ നടക്കുന്ന സ്പെർമാറ്റോജെനസിസും ഫീമെയിൽസിൽ നടക്കുന്ന oogenesis നമ്മൾ കണ്ടു. മെൻസ്ട്രൽ സൈക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, പാർച്ചുറിഷൻ, ലാക്ടേഷൻ, ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ആ ടോപ്പിക്കൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്സുമാണ്, വളരെ ഈസി ആയിട്ടുള്ള രസകരമായിട്ടുള്ള ടോപ്പിക്കുമാണ്. സോ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. ഓക്കെ, ദെൻ താങ്ക് യു.